السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. هؤلاء قومنا اتخذوا من دونه آلهة لولا يأتون عليهم بسلطان بين فمن أظلم ممن افترى على الله كذبا وإذ اعتزلتموهم وما يعبدون من دون الله فأووا إلى الكهف ينشر لكم ربكم من رحمته ويهيئ لكم من أمركم مرفقا وترى الشمس إذا طلعت تزاور عن كهفهم ذات اليمين وإذا غربت تقرضهم ذات الشمال وهم في فجوة منه ذلك من آيات الله من يهد الله فهو المهتد ومن يضلل فلا تجد له وليا مرشدا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സൂറത്തുൽ കഹ്ഫിലൂടെയുള്ള നമ്മുടെ വിശദീകരണമാണ് ഏതാനും ആഴ്ചകളോളമായി നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. 14 ആയത്തുകൾ ഇതിനകം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുവാനും റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാനും നിർബന്ധിക്കപ്പെട്ട ഒരു നാട്ടിൽ നിന്ന് ഒരിക്കലും ഞങ്ങൾ അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ നാട് വിടുവാൻ വേണ്ടി തീരുമാനിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാരായ അൽ കഹ്ഫ് എന്ന് പറയുന്ന ആ പ്രത്യേകമായ ഗുഹയിൽ അഭയം തേടിയെത്തിയ മഹാന്മാരായ ഒരു കൂട്ടം ആളുകൾ, അവരുടേതായ അവർ ജീവിച്ചിരുന്ന നാടിൻ്റെ വളരെ ദുഃഖകരമായ സാഹചര്യത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും ഒരിക്കലും അള്ളാഹുവിന് വെറുപ്പുള്ള ഒരു പ്രവർത്തനം ചെയ്യുകയില്ല എന്ന് തീരുമാനിക്കുകയും റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ആകാശഭൂമികളുടെ റബ്ബായ റബ്ബിനെയല്ലാതെ ഞങ്ങൾ വിളിച്ചൊരിക്കലും പ്രാർത്ഥിക്കുകയില്ല എന്ന് ധീരമായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് ഈ നാട്ടിലെ ഏത് സുഖങ്ങളും സൗകര്യങ്ങളും നഷ്ടപ്പെട്ടാലും ഞങ്ങൾ അതിനേക്കാൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജനിച്ച നാടും വളർന്നു വന്ന സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ വിട്ടേച്ചുകൊണ്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ ഗുഹയിൽ അഭയം തേടുകയാണുണ്ടായത്. അവരുടെ ജനതയുടെ ഈ രൂപത്തിലുള്ള തോന്നിവാസങ്ങളെ സംബന്ധിച്ച് അവർ കൃത്യമായി ഓർക്കുന്നുണ്ട്. അവർ പറഞ്ഞു, ഹാഉലായി ഖൗമന, നമ്മുടെ ഈ ജനത, എന്താണ് നമ്മുടെ ഈ നാട്ടുകാരുടെ അവസ്ഥ? ഇത്തഖദൂ മിൻ ദൂനിഹി ആലിഹ, അല്ലാഹുവിന് പുറമെ അവർ ഇലാഹുകളെ സ്വീകരിച്ചിരിക്കുകയാണ്. റബ്ബല്ലാത്തവരെയാണ് അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, അവരെ ഇലാഹുകളായി സ്വീകരിച്ചിരിക്കുകയാണ്. അവർക്കെന്ത് തെളിവാണ് അതിന് കൊണ്ടുവരാനുള്ളത്? ലൗലാ യഅ്തൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ, വ്യക്തമായ ഒരു രേഖയും അവർക്ക് കൊണ്ടുവരാൻ അതിനില്ല. വെറും അള്ളാഹുവിന്റെ പേരിൽ അവർ കളവ് പറയുകയാണ്. ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബാ, അള്ളാഹുവിന്റെ മേൽ കളവ് ആരോപിക്കുന്നവനേക്കാൾ കടുത്ത അക്രമി വേറെ ആരാണുള്ളത്? അവർ ജീവിച്ച് വളർന്ന സാഹചര്യത്തിലുള്ള
ആ നാട്ടിലുള്ള ആളുകളുടെ ശിർക്കിനെ ശക്തമായി എതിർത്തുകൊണ്ട് ആ ശിർക്ക് ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾക്ക് ദുന്യാവിൻ്റെ എന്ത് സുഖങ്ങളും സൗകര്യങ്ങളും നഷ്ടപ്പെട്ടാലും വിരോധമില്ല, ഞങ്ങൾ റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പ്രശ്നമേയില്ല. നമ്മുടെ നാട്ടുകാരായ ഈ ജനങ്ങൾ ഒരു തെളിവും കൂടാതെ അള്ളാഹുവിന് പങ്കുകാരെ സങ്കല്പിക്കുകയാണ്. അവരെ അള്ളാഹുവിന് പുറമേയുള്ളവരെ ആരാധിക്കുകയാണ്, അവരോട് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മേൽ കള്ളം കെട്ടിപ്പറയുന്നു എന്നതല്ലാതെ ഒരു രേഖയും ഒരു തെളിവുമില്ലാതെയാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ഏത് കാലഘട്ടത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വശം ഈ ആയത്തിലുണ്ട്. അതായത് ഈ മഹാന്മാര് എന്താണ് ആ നാട്ടിൽ നടമാടിയിരുന്ന ശിർക്കിനെ കുറിച്ച് പറഞ്ഞപ്പോ അവരെന്താ പറഞ്ഞത്? ഒരു തെളിവും ഇവർക്ക് സമർപ്പിക്കാനില്ല. അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ, ആകാശഭൂമികളുടെ സൃഷ്ടാവായ റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ഒരു രേഖയും ആളുകൾക്കില്ല. പിന്നെ എന്താണ് ശിർക്ക് ചെയ്യുന്നവർക്കുള്ള തെളിവ്? നുണ പറയുക, കളവ് പറയുക, അള്ളാഹുവിൻ്റെ മേൽ കെട്ടിപ്പറയുക, ഊഹങ്ങളുടെ മേൽ ഓരോരോ വാദങ്ങൾ സ്ഥാപിക്കുക. അവർക്ക് അങ്ങനെ കഴിയൂലേ, ഇവർക്ക് ഇങ്ങനെ കഴിവ് കിട്ടിക്കൂടെ, ഇവരോട് ചോദിച്ചാൽ എന്താ കിട്ടിക്കൂടാന്ന്, അവർക്കതിന് കഴിവ് കൊടുക്കപ്പെട്ടുകൂടെ എന്നൊക്കെ പറഞ്ഞ് കുറെ കെട്ടുകഥകളും ഊഹാപോഹങ്ങളും റബ്ബിന്റെ മേൽ കള്ളം കെട്ടിപ്പറയലുമല്ലാതെ അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ലോകത്തൊരിക്കലും അതിന് കൃത്യമായ ഒരു തെളിവ് കൊണ്ടുവരാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. അല്ലാഹു തആല കൃത്യമായി പറഞ്ഞതാണ്, അല്ലാഹുവിന് പുറമെ ഏതൊക്കെ ഇലാഹുകളെ അഥവാ റബ്ബിന്റെ കഴിവുകൾ, അല്ലാഹുവിന് മാത്രമുള്ള കഴിവുകൾ, എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കാനുള്ള കഴിവ് റബ്ബല്ലാത്തൊരു ശക്തിക്കില്ല. എവിടെ നിന്നാണെങ്കിലും നമ്മെ കാണുവാനുള്ള ഒരു കഴിവ് റബ്ബിനല്ലാത്ത ഒരു കഴിവ്, റബ്ബല്ലാത്ത ഒരു ശക്തിക്ക് ആ കഴിവില്ല. മനുഷ്യന്റെ മനസ്സിലെ വികാരങ്ങൾ അറിയാനുള്ള കഴിവ് അല്ലാഹുവല്ലാത്ത ഒരു ശക്തിക്കുമില്ല. എന്നാൽ ഇതൊക്കെയും വേറെ ചില ആളുകൾക്കും ഉണ്ടെന്ന് സങ്കല്പിച്ച് അല്ലാഹുവിന്റെ മേൽ ഇല്ലാത്ത കളവുകൾ കെട്ടിപ്പറഞ്ഞുകൊണ്ടും നുണകളുടെ മേൽ കെട്ടിപ്പൊക്കിയിട്ടുമല്ലാതെ ശിർക്കിനെ സ്ഥാപിക്കുവാൻ ഒരു കാലഘട്ടത്തിലും ആളുകൾക്ക് സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അത്തരക്കാർക്ക് തെളിവുണ്ടാകില്ല. അവര് കേവലം ഊഹാപോഹങ്ങൾ പറയും, കെട്ടുകഥകൾ പറയും, കമ്മട്ടം പറയും, അങ്ങനെ ആയിക്കൂടെ, എങ്ങനെ കിട്ടിക്കൂടെ എന്നൊക്കെ പറയാ എന്നുള്ളതല്ലാതെ റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്കുള്ള ന്യായം എന്തെന്ന് ഏത് കാലഘട്ടത്തിൽ ശിർക്ക് ചെയ്യുന്ന ആളുകളോട് ചോദിച്ചാലും ഒരു തെളിവും അവർക്ക് കൊണ്ടുവരാൻ കഴിയൂല. ഒന്നുകിൽ ദുർവ്യാഖ്യാനിക്കുക, അല്ലെങ്കിൽ കളവ് കെട്ടി പറയുക. ഇതല്ലാത്ത നിലക്ക് ഒരു തെളിവും റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാനോ ആരാധിക്കുവാനോ ഇല്ല. ഇതേത് കാലഘട്ടത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. റബ്ബല്ലാത്തവരെ പൂജിക്കുകയും ആരാധിക്കുകയും വിളിച്ചു പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഏതൊരു വിഭാഗത്തോട് ചോദിച്ചാലും ഒരു തെളിവും അവർക്ക് കൊണ്ടുവരാനാവില്ല. കാരണം റബ്ബ് അവതരിപ്പിച്ച തെളിവിന്റെ മുമ്പിൽ അവർ മുട്ടുമടക്കേണ്ടി വരുന്നു. എന്താണ് റബ്ബ് അവതരിപ്പിച്ച ഒന്നാമത്തെ തെളിവ്? റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ, റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. റബ്ബ് അതിന് അവതരിപ്പിച്ച ഒന്നാമത്തെ തെളിവ് തന്നെ അവനാണ് പടച്ചവൻ എന്നാണ്. അവനാണ് സൃഷ്ടാവ്. നിങ്ങളെ സൃഷ്ടിച്ചവനും നിങ്ങളുടെ മുമ്പുള്ളവരെ സൃഷ്ടിച്ചവനും ആകാശങ്ങളെ സംവിധാനിച്ചവനും ഭൂമികളെ സംവിധാനിച്ചവനും മഴ വർഷിപ്പിക്കുന്നവനും എന്നിങ്ങനെ അള്ളാഹു കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നുള്ളതിന്. എന്നാൽ ഇന്ന് റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏത് കക്ഷികളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവരാരെങ്കിലും ഈ പ്രപഞ്ചത്തിൽ വല്ലതിനെയും പടച്ചിട്ടുണ്ടോ? നിങ്ങളെ പടച്ചത് അവരാണോ? മുൻഗാമികളെ പടച്ചത് അവരാണോ? ആകാശത്തെ സംവിധാനിച്ചത് അവരാണോ? ഭൂമിയെ സംവിധാനിച്ചത് അവരാണോ? മഴ വർഷിപ്പിച്ചു തരുന്നത് അവരാണോ? ജീവിപ്പിക്കുന്നത് അവരാണോ? മരിപ്പിക്കുന്നത് അവരാണോ? ലോകം നിയന്ത്രിക്കുന്നത് അവരാണോ? ഒരു ശക്തിക്കും ആണ് അതെ എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല, കഴിയൂല. കാരണം എന്താ? അത് റബ്ബിന് മാത്രം അവകാശപ്പെട്ടതാണ്. അതുകൊണ്ടാ റബ്ബ് പറയുന്നത്,
ആ കഴിവുകളൊക്കെയുള്ള റബ്ബ് ഏകനാണ്. അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് കണിശമായി റബ്ബ് പറയുന്നു. അതിന്റെ മുമ്പിൽ ക മ എന്നൊരക്ഷരം പറയാൻ ലോകത്ത് ഒരു ബഹുദൈവ വിശ്വാസികൾക്കും മുശ്രിക്കീങ്ങൾക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് അൽ കഹ്ഫിലേക്ക് പ്രവേശിക്കുന്ന മഹാന്മാരായ ഈ നല്ലവരായ സാലിഹീങ്ങളും അവരുടെ നാട്ടുകാരെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്തു പറഞ്ഞു? എന്താ അവരെ കുറിച്ച് പറഞ്ഞത്? ലൗലാ യഅ്തൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ, വ്യക്തമായ വല്ല രേഖയും അവർക്ക് കൊണ്ടുവരാൻ കഴിയാത്തതെന്ത്? വല്ല തെളിവും വല്ല രേഖയും കൊണ്ടുവരാൻ അവർക്ക് കഴിയുമെങ്കിൽ അവർ കൊണ്ടുവരണ്ടേ. പിന്നെ അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിന്റെ മേൽ അവർ കള്ളം കെട്ടി പറയുകയാണ്. അതുകൊണ്ടാണ് ഈ മഹാന്മാര് പറയുന്നത്, ഫമൻ അളലമോ, ഏറ്റവും കടുത്ത ദ്രോഹി ആരാണുള്ളത്? മിമ്മൻ ഇഫ്തറാ, കളവ് കെട്ടി പറയുന്നവനേക്കാൾ അലല്ലാഹി കദിബാ, അള്ളാന്റെ മേൽ കളവ് കെട്ടി പറയുന്നവനേക്കാൾ കടുത്ത അക്രമി ദ്രോഹി വേറെ ആരാ ഉള്ളത്? അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല പഠിപ്പിച്ചത്, ലോകത്തെ ഏറ്റവും വലിയ ളുൽമ ഏതാന്ന് ചോദിച്ചാൽ മുസ്ലിമീങ്ങൾക്ക് ഒറ്റ മറുപടിയുള്ളത്. എന്താ ഏറ്റവും കടുത്ത അക്രമം? കൊലപാതകമാണോ? വ്യഭിചാരമാണോ? മദ്യപാനമാണോ? കൊള്ളയാണോ? കലാപമാണോ? അതൊക്കെ ളുൽമകൾ തന്നെയാണ്. പക്ഷേ ഏറ്റവും കടുത്ത ളുൽമ എന്ന് പറയുന്നത് ഇന്ന ശിർക ലളുൽമുൻ അളീം, തീർച്ചയായും ശിർക്ക് ചെയ്യുക എന്നുള്ളത് വമ്പിച്ച ളുൽമാണ്, വമ്പിച്ച അക്രമമാണ്, ദ്രോഹമാണ്. അതുകൊണ്ടാണ് ഇവിടെയും ഈ മഹാന്മാർ എന്ത് പറഞ്ഞത്? അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ച് വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന കക്ഷികൾ അള്ളാഹുവിന്റെ മേൽ കള്ളം കെട്ടി പറയുകയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ മേൽ കള്ളം കെട്ടി പറയുന്നവനേക്കാൾ കടുത്ത അക്രമി ആരാണുള്ളത്? ഫമൻ അളലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബ. ഇതും പ്രഖ്യാപിച്ചതിന്റെ ശേഷം ഈ മഹാന്മാര് വഇദ് ഇഅ്തസൽതുമൂഹും വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹ്, അവര് തമ്മിൽ പറയുകയാണ്, അവരെയും അള്ളാഹുവിനെ ഒഴിച്ചവർ ആരാധിച്ചു വരുന്നതിനെയും നിങ്ങൾ വിട്ടകന്നു നിന്നല്ലോ. അവര് പരസ്പരം പറയാണ് എന്ത്? ആ നാട്ടുകാരെയും അവര് അള്ളാഹുവിന് പുറമെ ആരെയൊക്കെ ആരാധിച്ചു വരുന്നുവോ അതിനെയും നിങ്ങളൊക്കെ വിട്ടകന്ന സ്ഥിതിക്ക് ഇനി നമുക്കെന്താണ് ചെയ്യാനുള്ളത്? ഫഅ്വൂ ഇലൽ കഹ്ഫി, ഗുഹയിലേക്ക് നിങ്ങൾ അഭയം തേടിക്കൊള്ളുവീൻ. അവര് പരസ്പരം പറയാണ്, നമ്മളെ നാട്ടുകാരുടെ ഈ തോന്നിയാസത്തിൽ നിന്നൊക്കെ പോകുന്ന സ്ഥിതിക്ക് അവരെ അവരുടെ പാട്ടിന് നമ്മൾ വിട്ടു, അവരെ നമ്മൾ ഒഴിവാക്കി, അവരെ അള്ളാഹുവിന് പുറമെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിനെയും നമ്മൾ ഒഴിവാക്കി, നമ്മളും അതുമായിട്ടിനി ബന്ധമല്ല. അതുകൊണ്ട് ഇനി നമുക്കെന്താ കരണീയം? അവര് പരസ്പരം പറയണം. നല്ലവരായ ആളുകളുടെ പരസ്പരമുള്ള സംഭാഷണമാണ് ഖുർആൻ ഈ പറയുന്നത്. അവര് പറഞ്ഞു ഫഅ്വൂ ഇലൽ കഹ്ഫി, ഗുഹയിലേക്ക് നിങ്ങൾ അഭയം തേടിക്കൊള്ളുവീൻ. ആ ഗുഹയിലേക്ക് പ്രവേശിച്ചോളൂ. യൻശുർ ലക്കും റബ്ബുക്കും മിർ റഹ്മതിഹി, നിങ്ങളുടെ രക്ഷിതാവ് അവന്റെ കാരുണ്യത്തിൽ നിന്ന് അവൻ നിങ്ങൾക്ക് പരത്തിത്തരും, നിങ്ങൾക്ക് കനിഞ്ഞു തരും. ഒരു പ്രതീക്ഷയോടുകൂടി ഗുഹയിലേക്ക് പ്രവേശിക്കണം. അള്ളാഹിന്റെ കാരുണ്യം നമുക്കുണ്ടാകും. നമ്മൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഗുഹയിലേക്ക് പ്രവേശിക്കാം. മാത്രമല്ല വയുഹയ്യി ലക്കും, അല്ല നിങ്ങൾക്ക് ഏർപ്പെടുത്തി തരികയും ചെയ്യുന്നതാണ് മിൻ അംരിക്കും മിർഫഖാ, നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ സൗകര്യത്തെ അല്ല ഏർപ്പെടുത്തി തരും. അവരാ തവക്കുലിലാണ്. ആ തവക്കുലിൽ അവർ ഗുഹയിലേക്ക് പ്രവേശിക്കണം. ഗുഹയിലേക്ക് കയറുമ്പോൾ അവരെന്തൊക്കെ തവക്കുല് ചെയ്യുന്നത്? ഒന്ന്, അള്ളാഹിന്റെ റഹ്മത്തിനെ കുറിച്ച് അവർക്ക് നല്ല പ്രതീക്ഷ ഉണ്ട്. കാരണം അള്ളാഹുവിന് വേണ്ടി നാട് വിട്ടവരും വീട് വിട്ടവരുമാണ് അവര്. അതുകൊണ്ട് അവർക്ക് നല്ല പ്രതീക്ഷ ഉണ്ട്. അള്ളാഹ് അവരെ കൈവടിയൂല, അള്ളാഹു അവന്റെ റഹ്മത്ത് അവർക്ക് കൊടുക്കും എന്നവർക്കറിയാം. മാത്രമല്ല നമ്മൾ ഒരുപാട് സൗകര്യങ്ങൾ ഇട്ടേച്ചുകൊണ്ടാണ്, വലിയ സമ്പന്നന്മാരായ കുടുംബത്തിലെ ചെറുപ്പക്കാരാണ് ഈ നാട് വിടുന്നത്. മനസ്സിലാക്കണം, സമ്പത്തൊക്കെ നാട്ടിൽ ഉപേക്ഷിച്ച് നല്ല ഭവനങ്ങളും വീടുകളും സൗകര്യങ്ങളും അവരുടേതായ പണവും ഒക്കെ നാട്ടിൽ വിട്ടേച്ചുകൊണ്ടാണ് ഈ ചെറുപ്പക്കാര് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സംരക്ഷണാർത്ഥം ഇറങ്ങി പുറപ്പെടുന്നത്. അതുകൊണ്ട് അവര് പറയാണ്, അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് കിട്ടും, സൗകര്യങ്ങളൊക്കെ അല്ല തരും. കാരണം റബ്ബിന് വേണ്ടി സുഖം ഉപേക്ഷിച്ചവർക്ക് അല്ല വേറെ സൗകര്യങ്ങൾ കൊടുക്കും. അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഇതിലെ ഗുണപാഠമാണ്. ആ ഗുഹാവാസികൾ, ആ നല്ലവരായ സാലിഹീങ്ങൾ, അൽ കഹ്ഫിന്റെ ആളുകൾ പറയാണ്, അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിച്ചവരല്ലേ,
അതുകൊണ്ട് റബ്ബിന്റെ കാരുണ്യം നമുക്കുണ്ടാകും. മറ്റൊന്ന്, റബ്ബ് നമുക്ക് സൗകര്യങ്ങളെ ഏർപ്പെടുത്തി തരും. എന്താണ് നമുക്ക് വേണ്ടതെങ്കിൽ, നമുക്കിപ്പോ വേണ്ടത് എന്താണെങ്കിൽ നമുക്ക് കാവലും നിർഭയത്വവുമല്ലേ വേണ്ടത്. അത് റബ്ബ് നമുക്ക് എങ്ങനെയാണെങ്കിൽ അവൻ നിർവഹിച്ചു തരും, ഏർപ്പെടുത്തി തരും. റബ്ബിന് വേണ്ടി ഒരു കാര്യം ഒഴിവാക്കിയാൽ നമ്മൾ കുടുങ്ങുന്നില്ല എന്നൊരു പോയിന്റ്, ഒരു വശം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. അള്ളാഹ്ക്ക് വേണ്ടി നമ്മളൊരു കാര്യമാണ് ഉപേക്ഷിച്ചു, എന്നാൽ നമ്മൾ അതുകൊണ്ട് കുടുങ്ങൂല. പക്ഷെ ശൈത്താൻ തോന്നിപ്പിക്കും, നീ കുടുങ്ങും, നീ കുടുങ്ങിപ്പോകും, നീ ഇടങ്ങാറായി പോകും, ഇത് ഒഴിവാക്കണ്ട, ഇത് വിട്ടാ പിന്നെ നിനക്കൊന്നും കിട്ടൂല, നീ ആകെ പാപ്പരായി പോകും, നീ കഷ്ടപ്പെട്ടു പോകും, നീ പ്രയാസപ്പെട്ടു പോകും എന്നൊക്കെയാണ് ശൈത്താൻ നമ്മളോട് പറയാ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ദീനിനേക്കാൾ ദുന്യാവ് മുറുക്കി പിടിച്ച് അവിടെ ഇരിക്കും. ഇപ്പൊ തൽക്കാലം ദീൻ അങ്ങോട്ട് മറക്കാം. കാരണം ഇപ്പൊ ദീന് പ്രാധാന്യം കൊടുത്തിട്ട് നിന്നാൽ ഈ സൗകര്യങ്ങളൊക്കെ പോവും. അതുകൊണ്ട് ഈ സൗകര്യങ്ങളൊക്കെ തൻ്റെ കയ്യിൽ നിലനിൽക്കാൻ നല്ലത് ഇതും കൊണ്ട് മുറുകെ പിടിച്ചിരിക്കലാണെന്ന് ശൈത്താൻ തോന്നിപ്പിക്കും. എന്നാൽ തവക്കുലുള്ള ആളുകളോട് അല്ലാഹ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് ഓരോ ഘട്ടത്തിലും. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ത്വലാഖിൽ നമുക്കൊരായത്ത് കാണാം, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കാൻ സന്നദ്ധനാണെങ്കിൽ യജ്അൽ ലഹു മഖ്റജാ, പ്രയാസങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു എക്സിറ്റ്, ഒരു പുറത്തു കടക്കാനുള്ള ഒരു വഴി റബ്ബ് അവന് കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ അവനുള്ള വിഭവങ്ങൾ അല്ലാഹു കൊടുത്തുകൊണ്ടിരിക്കും. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്, ആര് അല്ലാഹുവിൽ തവക്കുലാക്കുന്നുവോ അവന് അല്ലാഹ് മതിയായവനാകുന്നു. സൂറത്തു ത്വലാഖിലെ ആയത്തുകളാണ് നിങ്ങൾ ഈ കേട്ടത്. സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഒരുപാട് ഘട്ടങ്ങളിൽ ഈ ആയത്ത് ഓർമ്മിക്കൽ വളരെ അനിവാര്യമാണ് നമുക്ക്. ദുനിയാവിന്റെ പല സൗകര്യങ്ങളും നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച് ദീനിനെ മറക്കുന്ന നേരത്ത് നമ്മൾ ഓർക്കുക, അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ഇപ്പോൾ ഒരു സൗകര്യം ഉപേക്ഷിച്ചാൽ അതിനേക്കാൾ സൗകര്യമുള്ളതേ അള്ളാഹ് തരൂ. അതിന്റെ പേരിൽ അള്ളാഹ് നമ്മളെ കഷ്ടപ്പെടുത്തൂല എന്നുള്ളൊരു തവക്കുൽ ഉറപ്പിച്ചോളണം. ഒരുപാട് ആളുകൾ പറയാറുണ്ട്, ഒരു ഹോട്ടലിലാണ് എനിക്ക് ജോലി, കിട്ടിയ ജോലി ഒരു ഹോട്ടലിലാണ്, ആ ഹോട്ടലിലാണെങ്കിൽ എനിക്ക് മദ്യം വിളമ്പണം, അതിൻ്റെ സെയിൽസ്മാനാണ് ഞാൻ, അല്ലെങ്കിൽ അത് എത്തിച്ചു കൊടുക്കണം എനിക്ക്, അല്ലെങ്കിൽ അത് പകർന്നു കൊടുക്കേണ്ട ഒരു പ്രത്യേകമായ ഡ്യൂട്ടി ഉള്ള ആളാണ് ഞാൻ, എന്താ ചെയ്യേണ്ടത്, നല്ല സാലറി ഒക്കെ ഉണ്ട്. ആ മനുഷ്യന്റെ മനസ്സിൽ ശൈത്താൻ അങ്ങനെ പറയും, ഇപ്പൊ തൽക്കാലം അത് സാരല്ല എന്ന് വെച്ചോ, കാരണം ഈ ശമ്പളം പിന്നെ കിട്ടൂല, ഒരു ജോലി കുറെ കാലമായിട്ട് ഇപ്പൊ കിട്ടിയതാ, ഇനിയിപ്പോ അങ്ങനെ ഒന്നും കിട്ടിക്കൊള്ളുന്നില്ല, തൽക്കാലം ഇപ്പൊ അങ്ങനെ നിന്നോന്നിങ്ങനെ ശൈത്താൻ പറയുമ്പോ വാസ്തവത്തിൽ നമ്മുടെ മനസ്സിൽ ഈ ആയത്തൊന്ന് ഓർമ്മ വന്നാൽ, അള്ളാഹ്ക്ക് വേണ്ടി നിലവിലുള്ള ഒരു സൗകര്യം ഒരാൾ ഉപേക്ഷിച്ച് തഖ്വ മുറുകെ പിടിച്ചുകൊണ്ട് നിന്നാൽ അവനെ ഒരിക്കലും റബ്ബ് കൈവെടിയൂല, റബ്ബ് ഒരിക്കലും അവനെ കഷ്ടപ്പെടുത്തൂല. യജ്അൽ ലഹു മഖ്റജ, അവൻ കുടുങ്ങൂല. ഒരു പ്രയാസത്തിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷപ്പെടുത്തി പുറത്തേക്കാണ് കിടത്തിയിട്ട് വയർസുഖുഹു, അവൻ അള്ളാഹ് കൊടുക്കും എന്നാണ് അള്ളാഹ് പറയുന്നത്. അത് അള്ളാന്റെ ഓഫറാ. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഓഫർ അല്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കാണുമ്പോഴുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ കപട ഓഫർ അല്ല ഇത്, ഇത് അള്ളാന്റെ ഓഫറാ. അള്ളാഹു പറയാണ് വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത വഴിയിലൂടെ നാം അവന് റിസ്ക് കൊടുക്കും എന്നാണ് അള്ളാഹു തആല പറയുന്നത്. അത് അള്ളാന്റെ ഓഫറാണെങ്കിൽ അത് അള്ളാഹ് പാലിക്കും. അള്ളാഹു തആല അള്ളാഹുവിന്റെ കരാറുകൾ ലംഘിക്കുന്നവനല്ല. ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്, അള്ളാഹുവേ കരാറുകൾ നീ ഒരിക്കലും ലംഘിക്കുന്നവനല്ല. അതുകൊണ്ട് അള്ളാഹുവിൽ ഉറച്ചാണ് വിശ്വസിച്ച് ആ ജോലിയാണ് വിട്ടാലോ. എത്രയോ അനുഭവങ്ങൾ ഈ 10-24 വർഷങ്ങളുടെ പ്രവാസ ജീവിതത്തിന്റെ ഇടക്ക് ഈ ഉള്ളവനോട് ഇത്തരം മസലകൾ ചോദിച്ച ഒരുപാട് സഹോദരങ്ങളെ എനിക്ക് നേരിട്ടറിയാം. എന്നിട്ടവർ ധൈര്യസമേതം ആ മേഖലയിൽ നിന്ന് പിടിവിട്ടത് എനിക്കറിയാം. എന്നിട്ട് പിന്നെ സന്തോഷത്തോടുകൂടി അവർ നമ്മെ വിളിച്ച് പറഞ്ഞതും നമുക്ക് ഓർമ്മയുണ്ട്. എന്താ, ആ ജോലി പോയെങ്കിലും അതിനേക്കാൾ ഖൈറായ ഒന്നിപ്പോ പടച്ചോൻ തന്നു, നല്ല ബർക്കത്തുണ്ട്, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. നമ്മൾ വിചാരിക്കണ്ട എന്ത്, നമുക്ക് ഇത് തന്നതും ഇനി തരാൻ വേണ്ടത് ഏത് തരണമെന്ന് തീരുമാനിക്കുന്നതും ഒന്നും നമ്മളല്ലല്ലോ, എല്ലാം തീരുമാനിക്കുന്നത് അള്ളയാണ്. അള്ളാഹുവിന് വേണ്ടി ഒരു സൗകര്യത്തെ ഒരാൾ ഉപേക്ഷിച്ചാൽ അള്ളാഹ് അവനെ കൈവടിയൂല. കാരണം അവൻ എനിക്ക് വേണ്ടി അത് ഒഴിവാക്കിയവനാണ്. വേറെ താല്പര്യമൊന്നും ഉണ്ടാവരുത്, കളങ്കമുണ്ടാകരുത്. റബ്ബിനെ പേടിച്ച് ജീവിക്കുന്നു എന്ന ഒരൊറ്റ കാരണത്താൽ
നിങ്ങൾക്ക് നിലവിലുള്ള ഏതെങ്കിലും ഒരു സൗകര്യത്തിൽ നിന്ന് നിങ്ങൾ വിട്ടുമാറാൻ തയ്യാറാണോ? ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. കുറച്ചൊരു പ്രയാസമൊക്കെ ഒന്ന് കുറച്ചു കാലത്തേക്ക് ഉണ്ടാകും, പക്ഷേ മെച്ചപ്പെട്ട മറ്റൊന്നിലേക്ക് റബ്ബ് നമ്മെ പ്രവേശിപ്പിക്കും. വിചാരിക്കാത്ത ഇടങ്ങളിലൂടെ റബ്ബ് അവന് റിസ്ക് കൊടുക്കുമെന്നാണ് അല്ലാഹു തആല പറയുന്നത്. എന്നിട്ട് പറഞ്ഞ വാചകം നോക്കൂ, വമൻ യതവക്കൽ അലല്ലാഹ്, ആര് അല്ലാഹുവിൽ ഈ നിലക്കങ്ങോട്ട് തവക്കുലാക്കാൻ തയ്യാറുണ്ടോ, ഫഹുവ ഹസ്ബുഹു, അവൻ അല്ലാഹ് മതിയായവനാണ്, അവന് റബ്ബ് മതി. അതാണ് ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹ് മതി, ഭരമേൽപ്പിക്കാൻ എത്ര നല്ലവനാണ് അവൻ എന്ന് മുസ്ലിമീങ്ങൾ റബ്ബിനെ കുറിച്ച് പുകഴ്ത്തി പ്രശംസിച്ച് പ്രകീർത്തിച്ചു കൊണ്ടിരിക്കേണ്ടുന്ന ദിക്റുകളിൽ പഠിപ്പിക്കപ്പെട്ടത്. അതാണ് ഇവിടെ അൽ കഹ്ഫിന്റെ ആളുകൾ വാസ്തവത്തിൽ ഞെരുക്കകരമായൊരു പ്രയാസത്തിലേക്കാ പോണത്. ദുനിയാവിന്റെ സൗകര്യങ്ങളും പളപളപ്പും രാജാവിന്റെ ഓഫറുകളും ആ രാജ്യത്തുള്ള അവരുടെ രമ്യഹർമ്മ്യങ്ങളും, വലിയ പണക്കാരുടെ മക്കളാണവര്, സമ്പന്നരാണ്, എല്ലാം അവർക്ക് കെട്ടിപ്പിടിച്ച് സുഖമായി ആ നാട്ടിൽ തന്നെ ജീവിക്കാം. എന്തേ പ്രശ്നമുള്ളൂ? ശിർക്ക് ചെയ്ത് ജീവിക്കണം, അല്ലാത്തവരെ ആരാധിച്ച് ജീവിക്കണം. എന്നാൽ ആ നാട്ടിൽ അവർക്ക് എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ അവർ മനസ്സിലാക്കിയത് എല്ലാ സുഖവും സൗകര്യവും കിട്ടിയിട്ട് അള്ളാഹ്ക്ക് ഏറ്റവും പൊറുക്കൂല, അവന് വെറുപ്പാണെന്ന് പറഞ്ഞ് ശിർക്കും ചെയ്തിട്ട് ഒരു നാട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് നല്ലത് ഈ നാട് വിട്ട് എവിടെയെങ്കിലും പോയി എങ്ങനെ പ്രയാസപ്പെട്ട് ജീവിച്ചാലും വേണ്ടില്ല എന്ന നിലക്ക് ആ ചെറുപ്പക്കാർ ആ നാട് വിട്ട് ഒരു ഗുഹയിലേക്ക് കയറുമ്പോഴും പ്രതീക്ഷ അവരെ കൈവിട്ടിട്ടുണ്ടായിരുന്നില്ല. ഗുഹയിലേക്ക് കയറുമ്പോഴും അവര് പരസ്പരം ആശ്വാസ വാക്കുകൾ പറയാണ്, കടന്നോളൂ ഗുഹയിലേക്ക്, ഗുഹയിലേക്ക് നിങ്ങൾ അഭയം തേടിക്കോളൂ, പേടിക്കണ്ട, യൻസുർലക്കും റബ്ബുക്കും മിർ റഹ്മത്തിഹി, റബ്ബ് അവന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് തുറന്നു തരും, വയുഹയ്യിലക്കും നിങ്ങൾക്ക് അവൻ സൗകര്യപ്പെടുത്തി തരും, ഒരുക്കിത്തരും, മിൻ അംരിക്കും മിർഫഖാ, നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ റബ്ബ് ഒരുക്കിത്തരുകയും ചെയ്യുന്നതാണ്. ആ പ്രതീക്ഷയോടെ ഒരു ഗുഹയിൽ കയറി. ആ ഗുഹയിൽ കയറിയിട്ട് അവരാണ്ട് ഉറങ്ങാണ്. ഇനി ആ ഗുഹയുടെ ഒരു പ്രത്യേകത നോക്കൂ നിങ്ങൾ. ആ ഗുഹയിൽ അവർ കഴിച്ചുകൂട്ടാണ്, കൊല്ലങ്ങളോളം, നൂറ്റാണ്ടുകളോളം ആ ഗുഹയിൽ കഴിച്ചുകൂട്ടാണ്. ആ ഗുഹയുടെ പ്രത്യേകത, ഗുഹയുടെ കിടപ്പ് എങ്ങനെയാണ്? ആ ഗുഹയുടെ കിടപ്പ് എന്നാ പറയാൻ പോകുന്നത്. من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. وترى الشمس, സൂര്യനെ നിനക്ക് കാണാം, ഇദാ ത്വലഅത്, ആ സൂര്യൻ ഉദിച്ചാൽ, തസാവറു അൻ കഹ്ഫിഹിം, അത് അവരുടെ ഗുഹയെ വിട്ട് തെറ്റിപ്പോകുന്നു, ദാത്തൽ യമീനി, വലത്തോട്ട്. സൂര്യ ഉദിച്ച് കിഴക്കുന്ന് ഉദിച്ചിങ്ങനെ വരുമ്പോ അവരുടെ ശരീരത്തിലേക്ക് വെയിൽ കൊള്ളൂല, അതിങ്ങനെ അവരുടെ വലത്തോട്ടാണ് മാറിപ്പോകും. അവരെ ടച്ച് ചെയ്യുക, അവരുടെ ബോഡിയിൽ തട്ടാതെ ഗുഹയുടെ ഭാഗത്തിരുന്ന വലത്തോട്ട് സൂര്യനാൻ തെറ്റിപ്പോകും. അതുപോലെ തന്നെ വൈദാ ഗറബത്ത്, ഇനി അത് അസ്തമിച്ചാലോ, തഖ്രിലുഹും ദാത്തശ്ശിമാൽ, ഇടത് ഭാഗത്തേക്ക് ഇടത്തോട്ട് പോകുന്നതായും നിനക്ക് കാണാം. അസ്തമനത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങോട്ട് വന്നാലോ അപ്പോഴും വെയിൽ കൊള്ളുന്നില്ല. ഉച്ചക്ക് മുമ്പും ആ ശരീരങ്ങളിൽ വെയിൽ കൊള്ളൂല, ഉച്ചക്ക് ശേഷവും വെയിൽ കൊള്ളൂല. ആ നിലക്കാണ് ഗുഹയുടെ കിടപ്പുള്ളത്. അവരാകട്ടെ അവരാകട്ടെ അതിൽ നിന്നുള്ള ഒരു വിശാല സ്ഥലത്തുമാണ്, ഗുഹയിലുള്ള ഒരു വിശാല സ്ഥലത്താണ് അവർ കിടക്കുന്നത്. സൂര്യൻ അങ്ങോട്ട് തട്ടൂല. സൂര്യ ഇവിടുന്ന് ഇങ്ങനെ ഉരിച്ചു വന്നാൽ അവരെ തട്ടാതെ ഇങ്ങനെ മേലോട്ട് വരും. അസ്തമിച്ചു പോകുമ്പോഴും അവരെ തട്ടൂല. അതുകൊണ്ട് വെയിൽ കൊള്ളാത്ത നിലക്കുള്ളൊരു സംവിധാനം റബ്ബ് അവർക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹ് പറയാണ്, അപ്പൊ സൂര്യൻ രാവിലെ വലത്തോട്ടും വൈകുന്നേരം ഇടത്തോട്ടും തെറ്റിപ്പോവുകയാണ്. ഗുഹയിൽ കിടക്കുന്നവരെ വെയിലിന്റെ ശല്യം ഒരിക്കലും ബാധിക്കാത്ത നിലക്ക്. അപ്പൊ നമുക്ക് ആ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഗുഹയുടെ കിടപ്പ് ഏതാണ്ട് തെക്ക് വടക്കാണ് എന്നാണ്. അപ്പോഴല്ലേ അങ്ങനെ സംഭവിക്കൂ. ഗുഹയുടെ കിടപ്പ് ഏതാണ്ട് തെക്ക് വടക്കാണ് എന്നാണ് അതിന് മനസ്സിലാണ്. കാരണം ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും ഒന്നും വെയില് ഉദിക്കണ സമയത്ത് വലത്തോട്ട് തെറ്റിപ്പോകുന്നു. അതുപോലെ തന്നെ അസ്തമനത്തിന്റെ സമയമാകുമ്പോൾ, ഉച്ചക്ക് ശേഷമാകുമ്പോൾ അത് ഇടത്തോട്ട് തെറ്റിപ്പോവുകയാണ്. അതുകൊണ്ട് തന്നെ
അവരെ സംബന്ധിച്ചിടത്തോളം വെയില് അവർക്ക് ഒരിക്കലും അവരുടെ ശരീരത്തിൽ വരുന്നില്ല. അപ്പോ തെക്ക് വടക്കാണ് ഗുഹ എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഗുഹയുടെ മുഖം മിക്കവാറും വടക്കോട്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും അല്ലാഹു അലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെന്താണോ അറിയേണ്ടത് അത് അറിയിച്ചു തന്നു. അതെന്താ? അവർക്ക് വെയിൽ കൊള്ളുന്നില്ല. അവരെ വെയിൽ കൊള്ളാതെ റബ്ബ് അവിടെ കിടത്ത്. ഒരിക്കലും വെയിൽ അവരുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നില്ല. എന്നിട്ട് അല്ലാഹു പറയാണ് ദാലിക മിൻ ആയാത്തില്ലാ. അത് അള്ളാഹുവിൻ്റെ ഒരു വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടൊരു ദൃഷ്ടാന്തമാണ്. അള്ളാഹുവിൻ്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണിത്. അത് ഏതൊക്കെ? ഒന്ന്, ജനങ്ങളിൽ നിന്ന്, അവരുടെ നാട്ടിൽ നിന്ന് അവർ പുറത്തേക്ക് വന്നു എന്നുള്ളത് നമുക്കൊക്കെ ഒരു ഗുണപാഠമാണ്. അവരുടെ നാട് വിട്ടവർ പോന്നത് നമുക്കൊരു ദൃഷ്ടാന്തമാണ്. അതുപോലെ ഈ ഗുഹയിൽ അവർ അഭയം തേടി എന്നതും നമുക്കൊരു ദൃഷ്ടാന്തമാണ്. അതുപോലെ തന്നെ ഈ ഗുഹയെ അവർക്ക് ഒരു പ്രയാസവുമില്ലാത്ത നിലക്ക് സംവിധാനിച്ചു കൊടുത്തതും അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്തൊരു കറാമത്താണ്, ആദരവാണ്. അവരെ ആദരിച്ചുകൊണ്ടാണ്. 300 ചില്ലാനം കൊല്ലം അവർ ഉറങ്ങിക്കിടക്കേണ്ട ഗുഹയാണ്. റബ്ബ് അതിനൊക്കെ വേണ്ട സംവിധാനങ്ങൾ ചെയ്യാണ്. വെയിൽ കൊള്ളുന്നില്ല, ആ രൂപത്തിലുള്ള ഒന്നുമില്ല. വളരെ കൃത്യമായി എല്ലാം അവർക്ക് വേണ്ടി പ്രത്യേകമായി ഒരുക്കി വെച്ചതുപോലെ. ഇനി അവരെ നോക്കിയാലോ? അവരെ സംബന്ധിച്ച് അള്ളാഹു അവരുടെ പ്രത്യേകത പറയാണ്. وَتَحْسَبُهُمْ أَيْقَاظًا وَهُمْ رُقُودٌ وَنُقَلِّبُهُمْ ذَاتَ الْيَمِينِ وَذَاتَ الشِّمَالِ وَكَلْبُهُمْ بَاسِطٌ ذِرَاعَيْهِ بِالْوَصِيدِ لَوِ اطَّلَعْتَ عَلَيْهِمْ لَوَلَّيْتَ مِنْهُمْ فِرَارًا وَلَمُلِئْتَ مِنْهُمْ رُعْبًا. അതും ഒരു അത്ഭുതകരമായ കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ആ ഗുഹയിൽ ഇപ്പോൾ അവർക്ക് കിടത്തത്തിന് വെയിൽ കൊള്ളുന്നില്ല എന്നുള്ളത് ഒരു അത്ഭുതം നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത പ്രത്യേകത എന്താ? വതഹ്സബുഹും അയ്ഖാളാ. നീ അവരെ നോക്കിയാൽ നീ വിചാരിക്കും അവരെ ഉണർന്നു കിടക്കുകയാണെന്ന്. വഹും റുഖൂദ്. വാസ്തവത്തിലാകട്ടെ അവർ ഉറങ്ങുന്നവരുമാണ്. സാധാരണ ഉറങ്ങുമ്പോൾ നമ്മൾ കണ്ണടച്ചിട്ടില്ല, ഇത് കണ്ണൊക്കെ തുറന്നിട്ട് എല്ലാവരും കിടക്കുന്നത്. കണ്ണൊക്കെ തുറന്നിട്ട് നോക്കുകയാണെ വിചാരിക്കും, നമ്മൾ കണ്ടാ വിചാരിക്കും ഉറങ്ങല്ല, ഉണർന്ന് കിടക്കുകയാണ്. പക്ഷെ അവർ നല്ല ഉറക്കത്തില. മാത്രല്ല വേറെയും പ്രത്യേകത ഉണ്ട്. വനുഖല്ലിബുഹും ദാത്തൽ യമീനി വദാത്ത ശിമാൽ. നാം അവരെ തിരിച്ചും മറിച്ചും ഇട്ടുകൊണ്ടിരിക്കുന്നു, വലത്തോട്ടും ഇടത്തോട്ടും. ഉറങ്ങുമ്പോണ്ടല്ലോ മനുഷ്യൻ, നമ്മളൊന്ന് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കും, കുറെ കഴിയുമ്പോൾ ഇടതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കും, അല്ലേ എന്ന് കൃത്യമായിട്ട് അള്ളാഹു പറയാണ്. ഇവിടെ നമ്മളൊരു കാര്യം കൂടി ഇതിൽ നിന്നൊരു സന്ദേശം പഠിക്കണം. അവരുടെ കിടത്തത്തിന്റെ രീതി പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് എന്താണ്? ഇടത്തോട്ടും വലത്തോട്ടും ചെരിഞ്ഞു കിടക്കുന്നുണ്ട് എന്നാണ്. അതേ അവസരത്തിൽ കമഴ്ന്ന് കിടക്കുന്നുണ്ടെന്നോ മലർന്നു കിടക്കുന്നുണ്ടെന്നോ പറഞ്ഞിട്ടില്ല. ഗുഹാവാസികൾ ഉറങ്ങാൻ കിടന്നത്, അവരുടെ ഉറക്കത്തെപ്പറ്റി അല്ലാഹു തആല പറഞ്ഞതെന്താണ്? മലർന്നും കമിഴ്ന്നും കിടന്നത് പറഞ്ഞില്ല, മറിച്ച് എന്താ പറഞ്ഞത്? വലത്തോട്ടും ഇടത്തോട്ടും ചെരിഞ്ഞിട്ട് എന്നാ പറഞ്ഞത്. അപ്പൊ ഉത്തമമായ രീതി ഏതാണ്? വലത്തോട്ട് ചെരിഞ്ഞാണ്. നമ്മളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും അങ്ങനെ തന്നെ. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ വുളൂ ചെയ്ത് ഏത് ഭാഗത്തേക്ക് ചെരിഞ്ഞാ കിടത്തം ആരംഭിക്കേണ്ടത്? വലതുവശത്തേക്ക്. വലതുവശം ചെരിഞ്ഞുകൊണ്ടാണ് സർവ്വ മുസ്ലിമീങ്ങളും ഉറങ്ങാൻ കിടക്കേണ്ടത്. എനിക്കങ്ങനെ കിടന്ന് ഉറക്കു വരൂല എന്ന് ആരും പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നേതാവിനെ ആരൊക്കെ എത്രയൊക്കെ തെറി പറയുന്നോ അത്രത്തോളം ഹബീബിന്റെ സുന്നത്തുകൾ പൊക്കിക്കൊണ്ടുവന്ന് സമൂഹത്തിൽ നമുക്ക് നേതാവിനോടുള്ള നമ്മുടെ സ്നേഹം പുതുക്കിക്കൊണ്ടേയിരിക്കണം. ശത്രുവിന്റെ നാവടക്കേണ്ടത് അങ്ങനെയാണ്, ശത്രുവിന് മറുപടി കൊടുക്കേണ്ടത് അങ്ങനെയാണ്. എൻ്റെ ഹബീബിനെ ചീത്ത പറയുന്ന ആരുണ്ടെങ്കിലും, ആ ഹബീബിന്റെ ജീവിതത്തിന്റെ ദർശനങ്ങളെ മോശപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും, ഇല്ലടാ, ഞങ്ങളുടെ നേതാവിന്റെ ജീവിതം തുറന്ന പുസ്തകമാണ്. അവിടുത്തെ രാവിലത്തെ ഉണർച്ച മുതൽ രാത്രിയിലെ ഉറക്കത്തിന് വരെ, എ മുതൽ സെഡ് വരെ നിയമങ്ങൾ പഠിപ്പിച്ച ഞങ്ങളുടെ നേതാവിന്റെ തുറന്ന പുസ്തകത്തിലെ ഏതെങ്കിലും ഒരു അധ്യായത്തെ വിമർശിക്കാൻ തൻ്റെ ഇടമുള്ളവർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ കാണട്ടെ എന്ന് വെല്ലുവിളിക്കാവുന്ന നിലക്ക് മുസ്ലിമീങ്ങൾക്ക് തുറന്നു പറയാൻ സാധിക്കും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതം പരിശുദ്ധമായിരുന്നു. അതിൽപ്പെട്ടതാ അവിടുത്തെ ഉറങ്ങാൻ കിടക്കലും. അത് മുസ്ലിമീങ്ങൾ എനിക്ക് നേതാവിനോട് വലിയ സ്നേഹമാണെന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തിന്റെ ഓരോ രംഗത്തിലും നേതാവിന്റെ ചര്യകൾ പകർത്തിക്കൊണ്ട് അവിടുത്തോട് സ്നേഹം പ്രകടിപ്പിക്കുക.
ആരൊക്കെ എന്തൊക്കെ ഓരിയിട്ടാലും ആ പ്രവാചകന്റെ ആ ഏറ്റവും കൃത്യമായിരുന്ന ശോഭയാർന്ന വ്യക്തിത്വത്തെ കളങ്കപ്പെടുത്തുന്നത് പോയിട്ട് അതിലൊരു പുഴുക്കുത്ത് ഏൽപ്പിക്കാൻ ഒരു ശക്തിയെ കൊണ്ടും ഒരേമാന്മാരെ കൊണ്ടും സാധ്യമല്ലെന്ന് തെളിയിച്ചു കൊടുക്കുകയും തൻ്റെ സ്വന്തം ജീവിതത്തിലൂടെ ഹബീബിനോടുള്ള സ്നേഹങ്ങൾ പരമാവധി പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. അത് നമ്മൾ മനസ്സിലാക്കണം. അതാ ഞാൻ സൂചിപ്പിക്കുന്നത്. ഇവിടെ എനിക്കങ്ങനെ കിടന്നാൽ ഉറക്ക് വരുള്ളൂ. ഞാൻ പണ്ടേ ശീലിച്ചൊരു ശീലമുണ്ട്, കമിഴ്ന്ന് കിടന്നാലേ എനിക്ക് ഉറക്ക് വരുള്ളൂ. അങ്ങനെയൊന്നും ആരും പറയരുത്. മലർന്ന് കിടന്നാലേ എനിക്ക് ഉറക്ക് വരുള്ളൂ, അങ്ങനെയും പറയരുത്. വലത്തു ഭാഗത്തേക്കും ചെരിഞ്ഞോ ഇടത്തു ഭാഗത്തേക്കും ചെരിഞ്ഞോ അത് സ്വാഭാവികമാണ്. വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കലാണ് ഏറ്റവും ഉത്തമം, അതാണ് പുണ്യകരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഉളുവെടുത്ത് വലതുവശം ചെരിഞ്ഞ് നിന്റെ വലത്തെ കയ്യിൽ നിന്റെ കവിൾ ചേർത്ത് വെച്ചുകൊണ്ട് വലതുവശത്തേക്ക് ചെരിഞ്ഞ് കിടന്നുകൊണ്ടാണ് നീ ഉറങ്ങേണ്ടത്. അതിനിടയ്ക്ക് നമുക്ക് പറയാനുള്ള ഒരുപാട് ദുആകളും ദിക്റുകളൊക്കെ വേറുണ്ട്. അങ്ങനെയാണ് ഉറങ്ങി പിന്നെ നമ്മളെ കൺട്രോളിലല്ലല്ലോ. പിന്നെ നമ്മൾ എന്താവും, ഇടത്തോട്ടും ചെരിയും വലത്തോട്ടും ചെരിയും. കമിഴ്ന്ന് കിടക്കരുത്. അങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ ഒഴിവാക്കി തന്നെ വേണം. കമിഴ്ന്ന് കിടക്കുന്ന പരിപാടിയില്ല. അതുപോലെ തന്നെ അങ്ങനെ മലർന്ന് കിടക്കുന്ന അതൊന്നും തെറ്റല്ല, കറാഹത്താണ്, അനഭിലഷണീയമാണ്, ഹറാമൊന്നുമല്ല. എന്നാൽ നമ്മളെപ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആണല്ലോ നമ്മുടെ പൂർണ്ണമായ മാതൃക. ആ മാതൃക പിൻപറ്റിക്കൊണ്ട് നമ്മൾ ചെയ്യണം. ഇവിടെ അസ്ഹാബുൽ കഹ്ഫ് ഗുഹാവാസികളായ ആളുകളുടെ ഉറക്കത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും അള്ളാഹ് പറഞ്ഞതെന്താണ്? വനുഖല്ലിബുഹും ദാത്തൽ യമീനി വദാത്തശ് ശിമാൽ. അവരെ വലത്തോട്ടും ഇടത്തോട്ടും നമ്മൾ ഇങ്ങനെ ചെരിച്ചും മറിച്ചും കൊണ്ടുവരുന്നു. ഈ ഉറങ്ങിയ കാലം അത്രയും അവരിങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെരിയുന്നുണ്ട് മറിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരാളിങ്ങനെ നോക്കിയാൽ എന്താ തോന്നും? അവർ ഉറങ്ങുന്നില്ല, കുറച്ച് ആൾക്കാർ അതിൻ്റെ അകത്തുണ്ട് എന്നാണ്. കുറച്ച് ആൾക്കാർ അതിൻ്റെ അകത്തുണ്ട്, നല്ല ആൾക്കാർ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആരോ എന്തോ ആണ് വിചാരിച്ചൊരു മനുഷ്യനോട് അടുക്കൂല, പേടിച്ചിട്ട് മാറി പോവുകയുള്ളൂ, ആരോ കൊണ്ട് കയറൂല. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. മാത്രമല്ല അവരുടെ കൂടെ ഒരു നായയുമുണ്ടല്ലോ. വക്കൽബുഹും ബാസിത്തുൻ ദിറാഇഹി ബിൽ വസീദ്. അവരുടെ നായയാവട്ടെ അതിൻ്റെ കൈപ്പടങ്ങൾ അതിൻ്റെ മുഴങ്കൈകൾ ഇങ്ങനെ നിവർത്തി വെച്ചിരിക്കുകയാണ്. ബിൽ വസീദ്, ഗുഹയുടെ മുഖത്ത്, ഗുഹാമുഖത്തൊരു കാവൽക്കാരനായിക്കൊണ്ടൊരു നായ. എങ്ങനെ നായന്റെ കിടത്താണ് പറയണത്? എന്ത് ബാസിത്തുൻ ദിറാഇഹി. നായ എങ്ങനെയാണല്ലോ കിടക്കുക? അതിന്റെ കാൽമുട്ട് ഇങ്ങനെ വെച്ചിട്ട്, അതിന്റെ കൈമുട്ട് ഇങ്ങനെ പരത്തി വെച്ചിട്ട് മുഴങ്കൈ ഇങ്ങനെ ഭൂമിയിൽ വെച്ചിട്ടാണല്ലോ നായ കിടക്കുക. ആ കാവൽ കിടക്കുന്ന രൂപം അത് പറയാണ് വിശുദ്ധ ഖുർആൻ. വകൽബുഹും ബാസിത്തുൻ ദിറാഇഹി ബിൽ വസീദ്. ഗുഹാമുഖത്ത് കാവലിനായിക്കൊണ്ട് നായ അതിന്റെ മുഴങ്കൈകൾ പരത്തി വെച്ചുകൊണ്ട് കിടപ്പുണ്ട്. അപ്പൊ ആളുകൾക്ക് കാവലിനായിക്കൊണ്ട് നായയെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? വളർത്താൻ. കണ്ടോ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതൊരു കർമ്മശാസ്ത്രപരമായ ഒരു കാര്യമാണ്. പണ്ഡിതന്മാർ പറയാണ്, ഇതിൽ തെളിവുണ്ട്, ഇതിൽ രേഖയുണ്ട്. അലാ ജവാസി ഇത്തിഖാദിൽ കൽബി ലിൽ ഹിറാസത്തിൽ ആദമിയീൻ. മനുഷ്യർക്ക് കാവലിനായിക്കൊണ്ട് നായയെ ഏർപ്പെടുത്തുന്നത് അനുവദനീയാണ്. അമ്മാ ഹിറാസത്തുൽ മാഷിയ ഫഖദ് ജാഅത് ബിഹി സുന്നഹ്. നാക്കാലികൾക്ക് കാവലിനായിക്കൊണ്ട് നായയെ ഏർപ്പെടുത്തൽ അത് അനുവദനീയമാണെന്ന് ഹദീസിൽ നിന്നും മനസ്സിലാക്കാം. അതുപോലെ തന്നെ കൃഷിക്ക് കാവലിനായിക്കൊണ്ട് നായയെ കാവൽക്കാരനായി വളർത്തുന്നതും ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഈ മൂന്നാവശ്യാർത്ഥമല്ലാതെ, അതുപോലെ തന്നെ വേട്ടയാടാനും അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പാടില്ല. സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ് കേട്ടോളൂ. സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിൽ പെറ്റി ഡോഗ്സ്, വളർത്തു നായകൾ, വെറുതെ അലങ്കാരത്തിന് വേണ്ടി ഇങ്ങനെ ചങ്ങലക്കെട്ട് ഇങ്ങനെ തുള്ളി ജോഗിങ്ങിന് പോകുമ്പോൾ ഒരു നായ ഉണ്ടാവും. അതുപോലെ തന്നെ കാറിൽ നായ ഉണ്ടാവും, തീന്മേശയിൽ നായ ഉണ്ടാകും, ബെഡ്റൂമിൽ നായ ഉണ്ടാകും, സ്വീകരണ മുറിയിൽ നായ ഉണ്ടാകും, സോഫയിൽ നായ ഉണ്ടാകും. ഇങ്ങനെ എല്ലായിടത്തും അലങ്കാരത്തിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പപ്പികളെ ഇങ്ങനെ ആ രൂപത്തിൽ ഇങ്ങനെ കൊണ്ട് നടന്ന് രാവിലെ അതിനെ കൊണ്ട് ജോഗിങ്ങിനും വാക്കിങ്ങിനും ഒക്കെ പോകുന്ന ഒരു ഫാഷൻ ഭ്രമണ്ടല്ലോ ലോകത്തുനിന്ന് വളർന്നു വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേട്ടോളൂ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മന്നംസക കൽബൻ യൻഖുസു മിൻ അമലിഹി കുല്ല യൗമിൻ ഖീറാത്തുൻ ഇല്ലാ കൽബ ഹർസിൻ ഔ കൽബ മാശിയ വഫീ റിവായത്തിൻ ഔ കൽബ സൈദിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും ഒരു നായയെ വളർത്തിയാൽ
ആരെങ്കിലും ഒരു നായയെ വളർത്തിയാൽ, നായയെ ഒരുത്തൻ പിടിച്ചു വെക്കുകയാണ്, അങ്ങനെ കൊണ്ടു നടക്കുകയാണെങ്കിൽ യൻഖുസു മിൻ അമലിഹി, അവന്റെ സൽക്കർമ്മത്തിൽ നിന്ന് ആ നായ കാരണം ചുരുങ്ങിപ്പോവുകയാണ്. കുല്ല യൗമിൻ, എല്ലാ ഓരോ ദിവസവും ഖിറാത്ത്, അത് മലയോളം വലുപ്പത്തിലുള്ള പുണ്യമാണ് അവന് ഡെയിലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആവശ്യമില്ലാതെ നായനെ വളർത്തിക്കൂടാ. നായനെ വളർത്തുന്ന സംസ്കാരം നമുക്കില്ല. പിന്നെ കേട്ടോളൂ, ഏതൊക്കെ ഇതിൽ നിന്ന് ഒഴിവുണ്ട്. ഇല്ലാ കൽബ ഹർസിൻ, കൃഷിയുടെ ആവശ്യാർത്ഥമുള്ള നായയെ അല്ലാതെ, ഔ കൽബ മാഷിയ, അതല്ലെങ്കിൽ കാലികളെ സംരക്ഷിക്കാൻ ആവശ്യമായ നിലക്ക് നിലനിർത്തുന്ന നായയെ അല്ലാതെ. മറ്റൊരു റിപ്പോർട്ടിൽ ഔ കൽബ സ്വൈദ്, വിശുദ്ധ ഖുർആൻ തന്നെ അനുവദിച്ചു പറഞ്ഞിട്ടുള്ള, നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള വേട്ടനായ എന്ന് പറഞ്ഞില്ലേ, വേട്ടക്കയക്കുന്ന വേട്ടനായ. വേട്ടനായെ ബിസ്മീൻ ചൊല്ലി പറഞ്ഞേച്ചാൽ ആ വേട്ടനായ പിടിച്ചുകൊണ്ടുവരുന്ന ഉരുവിനെ നമുക്ക് ഭക്ഷിക്കൽ അനുവദനീയമാണ്. അത് ഇസ്ലാം അനുവദിച്ചതാണ്. ഇവിടെ ഖുർആൻ കൊണ്ടും തെളിഞ്ഞു, മനുഷ്യർക്ക് കാവലിനായി കൊണ്ട് നായയെ ഏർപ്പെടുത്താം. ഹദീസുകൾ കൊണ്ട് തെളിഞ്ഞു, കൃഷിയോഗ്യമായ, കൃഷിക്കാവശ്യമായ കാര്യത്തിന് വേണ്ടി, കാലികളുടെ കാവലിന് ആവശ്യമായ കാര്യത്തിന് വേണ്ടി വേട്ടക്കും എന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കാം. അതിലപ്പുറം അലങ്കാരത്തിനും കൗതുകത്തിനും വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള നായ വളർത്തുന്ന സംസ്കാരം, അതേത് കോലത്തിലുള്ള നായയാണെങ്കിലും, എത്ര വലുപ്പത്തിലുള്ളതാണെങ്കിലും, എത്ര വലുപ്പം കുറഞ്ഞതാണെങ്കിലും, ഏത് നായയാണെങ്കിലും, മനുഷ്യർ നിന്റെ അമലുകളിൽ നിന്ന് ദിനേന നിനക്കൊരുപാട് ഒരുപാട് തൂക്കം കമ്മി വരുത്തിക്കളയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് അതും കൂടെ നമ്മൾ സാന്ദർഭികമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, കുറേ വീടുകളിൽ വെറുതെ അങ്ങനെ കാവലിനൊക്കെ പറയും, വെറുതെ ഇങ്ങനെ വളർത്തുന്നവരുണ്ട്, വെറുതെ പേടിപ്പിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഓരോരുത്തരുടെ നിയ്യത്തും ലക്ഷ്യമൊക്കെ അള്ളാഹു അറിയും. അപ്പൊ അവരുടെ നായയെ കുറിച്ച് പറഞ്ഞു, നായ എങ്ങനെ കിടക്കുന്നുണ്ട്. ഇനിയോ അവരിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു, നായ ഗുഹാമുഖത്തുമുണ്ട്. ലവിത്തലഅ്ത അലൈഹിം, നീ അവരിലേക്കൊന്നെത്തി നോക്കിയാൽ, നീ അവരെ ഒന്ന് നോക്കുന്ന പക്ഷം, ലവല്ലൈത മിൻഹും ഫിറാറാ, നീ അവരിൽ നിന്ന് ഓടി പിന്തിരിഞ്ഞു ഓടിപ്പോകും. വലമുലിഅ്ത മിൻഹും റുഅബാ, അവരെ കുറിച്ച് നിന്റെ മനസ്സാകെ പേടി കൊണ്ട് നിറക്കപ്പെടും. പേടിച്ചു പോകും. കാരണം കണ്ണും തുറച്ച് കുറേ ആൾക്കാരെ അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞോ കിടക്കുന്നുണ്ട്. നല്ലൊരു നായ മുന്നിൽ കാവലിരിക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് നോക്കിയാൽ പിന്നെ ആൾക്കാർ വേഗം അങ്ങോട്ട് ആരും അടുക്കൂല. അതുകൊണ്ട് ആരും അങ്ങോട്ട് കയറി നോക്കാൻ ധൈര്യപ്പെടില്ല. അതിൻ്റെ അടുത്തെത്തിയാൽ തന്നെ ഈ നായനെയും ഇവരെ അതിൻ്റെ ഉള്ളിൽ കുറേ നല്ല 6-7 ആൾക്കാർ, അല്ലെങ്കിൽ എത്രയാണെങ്കിൽ അല്ലാഹു അഅലം, ആ ആളുകളും ഇങ്ങനെ കാണുമ്പോൾ പേടിച്ചു കൊണ്ട് മാറുക എന്നല്ലാതെ വല്ല കൊള്ളസംഘമാണോ ആരാണെന്നൊക്കെ വിചാരിച്ച് പേടിച്ച് ഒരാൾ അങ്ങോട്ട് അടുക്കൂല. ആരും ആണ്ട് കയറി അറ്റാക്ക് ചെയ്യാനൊന്നും പോവില്ല. ആ നിലക്ക് റബ്ബ് അവർക്ക് കാലാകാലത്തേക്കുള്ള എല്ലാ അർത്ഥത്തിലും കാലാവസ്ഥയിലുള്ള സുരക്ഷിതത്വം കൊടുത്തു. വെയിലൊന്നും കൊള്ളൂല. ഇനി ഒരാളുടെ അറ്റാക്കോ ഒരാൾ കയറിയിട്ടുള്ള കൊള്ളയടിക്കലോ പ്രശ്നങ്ങളോ അതിൽ നിന്നുള്ള കാവലും പടച്ചവൻ ഈ അള്ളാഹു കൃത്യമായ നിലക്കുള്ള ഇത്തരത്തിലുള്ള അത്ഭുതമാർന്ന പ്രത്യേക സ്വഭാവങ്ങളിലൂടെ അള്ളാഹു അവർക്ക് ആ രൂപത്തിലുള്ള പ്രൊട്ടക്ഷനുകളും നൽകിയിട്ടുണ്ട്. അപ്പൊ മനസ്സിലായില്ലേ? അവർ തുടക്കത്തിൽ തന്നെ ഗുഹയിലേക്ക് കയറുമ്പോൾ പരസ്പരം പറഞ്ഞത് കണ്ടോ? എന്താ അവർ പറഞ്ഞത്? പേടിക്കണ്ടടാ, യൻശുർ ലക്കും റബ്ബുക്കും മിർ റഹ്മത്തിഹി, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവൻ തരും. വയുഹയ്യി ലക്കും മിൻ അംരിക്കും മിർഫഖ, നിങ്ങൾക്ക് സൗകര്യം അള്ളാഹ് ഏർപ്പെടുത്തി തരുന്നു. പറഞ്ഞതുപോലെ ആ തവക്കുൽ കണ്ട, തവക്കുൽ ചെയ്തവർക്ക് ഉടനെ കിട്ടണ്. അള്ളാഹുവിൽ തവക്കുലാക്കിയവർ അള്ളാഹ് കൈവടിയൂലാന്ന്. അതിന്റെ ഉദാഹരണം ഉടനെ തന്നെ നമ്മൾ കേട്ടില്ലേ? അവർക്ക് ആ രൂപത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഇനിയോ وَكَذَلِكَ بَعَثْنَاهُمْ لِيَتَسَاءَلُوا بَيْنَهُمْ قَالَ قَائِلٌ مِّنْهُمْ كَمْ لَبِثْتُمْ قَالُوا لَبِثْنَا يَوْمًا أَوْ بَعْضَ يَوْمٍ قَالُوا رَبُّكُمْ أَعْلَمُ بِمَا لَبِثْتُمْ فَابْعَثُوا أَحَدَكُمْ بِوَرِقِكُمْ هَذِهِ إِلَى الْمَدِينَةِ فلينظر أيها أزكى طعاما فليأتكم برزق منه وليتلطف ولا يشعرن بكم أحدا. ഇനി എന്താ സംഭവിക്കുന്നത്? അവരൊരുപാട് കാലയിൽ കഴിച്ചുകൂട്ടി. എത്ര കാലം എന്നൊക്കെ ഖുർആൻ പിന്നെ പറയുന്നുള്ളൂ. അവസാനം വകദാലിക ബഅസ്നാഹും, നാം അവരെ എഴുന്നേൽപ്പിച്ചു. അള്ളാഹു അവരെ 300 ചില്ലാനം 300-ലേറെ കൊല്ലങ്ങൾ ഉറക്കിക്കിടത്തിയതിന്റെ ശേഷം അള്ളാഹു പറയാണ്, നാം അവരെ ഉറക്കിൽ നിന്നും എഴുന്നേൽപ്പിച്ചു. എന്തിനാണ്?
ലിയതസാഅലൂ ബൈനഹും, അവര് പരസ്പരം ചോദ്യം നടത്താൻ, അവര് തന്നെ പരസ്പരം ചോദ്യം നടത്തുന്ന നിലക്ക് ഉറക്കത്തിൽ നിന്ന് റബ്ബ് അവരെ എഴുന്നേൽപ്പിക്കുകയാണ്. അങ്ങനെ അതിൽ നിന്ന് ഖാല ഖായിലും മിൻഹും, കൂട്ടത്തിൽ നിന്ന് ഒരാൾ മറ്റുള്ളവരോട് പറയാണ്, ചോദിക്കുകയാണ്, കം ലബിസ്തും, എത്രയാണ് നിങ്ങൾ ഇവിടെ കഴിച്ചുകൂട്ടിയത്? ഒരാൾ മറ്റൊരാളോട് ചോദിക്കുന്നു. അന്നേരം അവര് പറയാൻ തുടങ്ങി. ഖാലൂ, അവര് പറഞ്ഞു, ലബിസ്നാ, നമ്മളിവിടെ കഴിച്ചുകൂട്ടിയത് യൗമൻ, ഒരു ദിവസമാണ്, ഔ ബഅദ യൗം, അതല്ലെങ്കിൽ ഒരു ദിവസത്തിൽ നിന്ന് അല്പനേരമാണ്. നമ്മളിവിടെ എത്ര കഴിച്ചുകൂട്ടിയതെന്ന് ചോദിക്കുമ്പോൾ അവരെന്നെ പറയണ മറുപടി എന്താണ്? ഒരു ദിവസം. എവിടെ 300 ചില്ലാനം കൊല്ലേ ഉറങ്ങിക്കിടന്ന മനുഷ്യന്മാരെ എഴുന്നേറ്റിടാ പറയണത് ഒരു കൊല്ലം, അല്ല ഒരു ദിവസം. അതും ഇല്ലാന്ന അഭിപ്രായം. ഔ ബഅദ യൗമിൻ, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ നിന്ന് അല്പം, ഒരു 2 മണിക്കൂറായിട്ടുണ്ടാവും, അല്ലെങ്കിൽ 3 മണിക്കൂറായിട്ടുണ്ടാവും എന്നിങ്ങനെ അവരിങ്ങനെ കുറച്ച് എന്നാ പറയുന്നത്. ഒരു ദിവസം തികച്ച് എന്ന അഭിപ്രായം പലർക്കും ഇല്ല. ആ നേരത്ത് അവര് തന്നെ പരസ്പരം എന്നിട്ട് പറയാൻ തുടങ്ങി, എന്തോ ആവട്ടെ, ശരി, എങ്ങനെയെങ്കിലും ആവട്ടെ, ഒരു ദിവസോ ഇനി കുറച്ചോ ആവട്ടെ. ഖാലൂ, അവര് പറഞ്ഞു, റബ്ബുക്കും അഅ്ലമു ബിമാ ലബിസ്തും, നിങ്ങൾ എത്ര കാലം താമസിച്ചു, എത്ര ടൈം താമസിച്ചു എന്ന് നിങ്ങളുടെ റബ്ബിനാണല്ലോ നന്നായി അറിയുക. കേട്ടോ, അതുകൊണ്ട് അറിയാത്തതിൽ നമ്മൾ തർക്കിക്കണ്ട എന്നുള്ളൊരു സന്ദേശവും കൂടി അസ്ഹാബുൽ കഹ്ഫ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇവിടെ ഇപ്പം എന്താ അവർ പറഞ്ഞത്? അവർക്കിടയിൽ തർക്കണ്ടായി, എത്ര ഇവിടെ കഴിച്ചു കൂട്ടിയത്. അപ്പൊ ഒരാൾ പറഞ്ഞു ഒരു ദിവസം, ചിലർ പറഞ്ഞു ഈ ഒരു ദിവസം ഒന്നുമില്ല. അപ്പൊ അവരെന്നെ കൂട്ടത്തിൽ നിന്നൊരാൾ പറഞ്ഞു, അള്ളാഹ്ക്ക് അറിയാതെ നമ്മൾ വേണ്ടാത്തതിൽ തർക്കിക്കണ്ട. ഇത് നമുക്ക് ഒരു സന്ദേശമാണ്, വിവരല്ലാത്തതിൽ തർക്കിക്കരുത്. അഭിപ്രായങ്ങളൊക്കെ നമ്മളിങ്ങനെ പറയും. ഒരാളൊരു അഭിപ്രായം പറയും, മറ്റൊരാളുടെ അഭിപ്രായം, പിന്നെ ഞാൻ ആ പിടിച്ച അഭിപ്രായം തന്നെ ശരി തന്നെ വാശി പിടിക്കുക. അതല്ല, നീ പറഞ്ഞ അഭിപ്രായം നീ പറഞ്ഞതായതുകൊണ്ട് തന്നെ തെറ്റാന്ന് വേറൊരാളും പറയാ. ഇങ്ങനെ വാശി പിടിച്ചിട്ട് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളയും കച്ചറൊന്നും ആകാൻ പാടില്ല. ഇവിടെ കണ്ടോ നിങ്ങൾ, അവർ പിന്നെ തർക്കിച്ചോ? അവര് പിന്നെ അതിന്റെ പേരിൽ അടി കൂടിയോ? അരെ ഞാൻ പറഞ്ഞതാ ശരി, നീ പറഞ്ഞാ ശരി എന്നുള്ള പേരിൽ ബഹളം ഉണ്ടാക്കിയോ? ഇല്ല. അഭിപ്രായങ്ങൾ പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അവസാനം ഒരു തീരുമാനത്തിലെത്തി. റബ്ബുക്കും അഅ്ലമു ബിമാ ലബിസ്തും, നമ്മളെന്തിനാ വിവരമില്ലാത്തത് പറയാൻ പോകുന്നു? നമ്മുടെ രക്ഷിതാവിനറിയാം നമ്മൾ എത്രയാ താമസിച്ചത്, അങ്ങോട്ട് വിടുക. റബ്ബുക്കും അഅ്ലമു ബിമാ ലബിസ്തും, ആവട്ടെ, നല്ല വിശപ്പ് തോന്നുന്നുണ്ട് നമുക്ക്. അവര് പരസ്പരം പറയാണ്, നല്ല വിശപ്പ് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഫബഅസൂ അഹദക്കും, നിങ്ങളിൽ ഒരാളെ പറഞ്ഞേക്കോ, ബിവരിഖിക്കും ഹാദിഹി, ഇതാ നമ്മുടെ കയ്യിലുള്ള ഈ നാണയം കൊണ്ട് പറഞ്ഞേക്കോ, ഇലൽ മദീന, സിറ്റിയിലേക്ക് ആളെ പറഞ്ഞേക്കോ, പട്ടണത്തിലേക്ക് ആളെ പറഞ്ഞേക്കോ. ഫൽയൻദുർ, അയാൾ പട്ടണത്തിൽ സിറ്റിയിൽ പോയിട്ട് നോക്കട്ടെ, ചെക്ക് ചെയ്യട്ടെ, പരിശോധിക്കട്ടെ. അയ്യുഹാ അസ്കാ തുആമാ, എവിടെയാണ് നല്ല ഫുഡ് കിട്ടുക എന്ന് അയാൾ ചെക്ക് ചെയ്യട്ടെ, പരിശോധിക്കട്ടെ. എന്നിട്ട് ഫൽയഅതികും ബിറിസ്ഖിൻ മിൻഹു, അവിടെ നിന്ന് നമ്മുടെ കയ്യിലുള്ള ഈ നാണയം കൊടുത്തിട്ട് ഫുഡ് വാങ്ങിയിട്ട് അയാൾ വരട്ടെ. വൽയതലത്തഫ്, എന്നാൽ പോകുന്നയാൾ വളരെ സൂക്ഷിച്ചു പോകണം, വളരെ സൂക്ഷ്മതയോടെ പോകണം. കാരണം എന്താണ്? വലാ യുശ്ഇറന്ന ബികും അഹദാ, നിങ്ങളെപ്പറ്റി ഒരാളെയും അറിയിക്കാതിരിക്കുകയും വേണം. ആരും നമ്മളെപ്പറ്റി വിവരം അറിയരുത്. കാരണം എന്താ? ഇവര് വിചാരിച്ചിരിക്കുന്നത് ഇപ്പൊ എന്താണ്? ഒരു ദിവസം ഉറങ്ങിയത് എന്നല്ലേ മാക്സിമം. അതാണല്ലോ ഒരു അഭിപ്രായം. കുറച്ച് ആൾക്കാർ പറഞ്ഞു ഒരു ദിവസം കഴിച്ചില്ല, പക്ഷെ മാക്സിമം അഭിപ്രായം എന്താ? ഒരു ദിവസമേ ഉറങ്ങിയിട്ടുള്ളൂ. ശരി, ഇനിയിപ്പോ നമ്മൾ ഇവിടുന്ന് പോയിട്ട് നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് പോയിട്ട് ഭക്ഷണം വാങ്ങാൻ ഒരാളെ ചട്ടം കെട്ടി പറഞ്ഞേക്കാണ്. അപ്പൊ അവരുടെ കയ്യിൽ 300 ചില്ലാനം കൊല്ലം മുമ്പ് നാട്ടുനടപ്പുള്ള വെള്ളി നാണയാ ഉള്ളത്. അതാ അവരുടെ കയ്യിലുള്ളത്. എന്നിട്ട് അവരൊരാളടുത്ത് കൊടുത്തിട്ട് പറയണതാ, നമ്മളൊരാള് പോട്ടെ, ഇതും കൊണ്ട് സിറ്റി പോയിട്ട് അവിടെ എവിടെ ഏറ്റവും നല്ല ഫുഡ് കിട്ടുക എന്നുണ്ടെങ്കിൽ അത് അയാൾ വാങ്ങി വരട്ടെ. എന്നിട്ട് വളരെ സൂക്ഷിച്ചു പോണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം എന്താ? ശിർക്ക് ചെയ്യുന്ന ആളുകളിൽ നിന്ന് രക്ഷപ്പെട്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഗുഹയിൽ അഭയം തേടിയവരാ. ആ നാട്ടുകാരും അവിടെ ഉണ്ടായിരുന്ന ശത്രുക്കളും ഭരണകൂടൊക്കെ വിവരമറിഞ്ഞാൽ വലാ യുശ്ഇറന്ന ബികും അഹദ, നിങ്ങളെപ്പറ്റി ഒരാൾക്കും വിവരം കൊടുക്കരുത്. കാരണം എന്താ? പിടിച്ചുകൊണ്ടുപോകും. എന്താ അങ്ങനെ കൊടുത്താൽ? നമ്മളെപ്പറ്റി വിവരം കിട്ടിയാൽ എന്താ ഉണ്ടാവുക? ഇന്നഹും യദ്ഹറൂ അലൈക്കും
യർജുമൂകും ഔ യുഈദൂകും ഫീ മില്ലതിഹിം വലൻ തുഫ്ലിഹൂ ഇദൻ അബദാ ഇന്നഹും യദ്ഹറു അലൈക്കും, കാരണം നിശ്ചയമായും നിങ്ങളെ അവരെ കണ്ടുമുട്ടിയാൽ യർജുമൂകും, അവര് നിങ്ങളെ എറിഞ്ഞു കൊല്ലും. കാരണം മുശ്രിക്കായ ഭരണകൂടത്തോടും ശിർക്ക് ചെയ്യൂലാന്നും പറഞ്ഞിട്ട് അവരെയൊക്കെ ധിക്കരിച്ചിട്ട് ഇറങ്ങിപ്പോന്നതല്ലേ. നമ്മളെ കിട്ടിയ അവർ കൊല്ലും. എറിജുമൂക്കും, നിങ്ങൾ അവരെ എറിഞ്ഞു കൊല്ലും. കണ്ടോ, ഇവർക്ക് അറിയണില്ല എത്ര കാലാ കഴിച്ചതെന്നേ. ഇത് ഇന്നലെ ഉറങ്ങിയതല്ലേ, ഒരു ദിവസമല്ലേ, ഇതാ നമ്മൾ കാണണ്ട എന്ന് വിചാരിച്ചിട്ടല്ലേ പോകുന്നത്. മാത്രമല്ല, ഒന്നുകിൽ നിങ്ങളെ എറിഞ്ഞു കൊല്ലും, ഔ അതല്ലെങ്കിലോ യുഈദൂകും ഫീ മില്ലതിഹിം, അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് നിങ്ങളെ അവരുടെ മതത്തിലേക്ക് കൂട്ടിച്ചേർത്തേക്കുകയും ചെയ്തേക്കും. ഫലൻ തുഫ്ലിഹൂ ഇദൻ അബദാ, എന്നാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ വിജയിക്കുകയില്ല തന്നെ. പിന്നെ നമുക്ക് രക്ഷ ഉണ്ടാവില്ല. അവർ നമ്മളെ ഒന്നുകിൽ എറിഞ്ഞു കൊല്ലും, അല്ലെങ്കിൽ അവരുടെ ദീനിലേക്ക് നമ്മളെ കൊണ്ടുപോകും, അവിടെ തന്നെ പിടിച്ചു കൊണ്ടുപോകും. പിന്നെ നമുക്ക് രക്ഷപ്പെടാനൊരു വഴി ഉണ്ടാവില്ല. അവരവിടെ കെട്ടിയിടും, ബന്ധിക്കും, പിന്നെ നമ്മളാകെ നരകിക്കും. പിന്നെ നമുക്ക് ശിർക്ക് ചെയ്ത് അവിടെ കഴിഞ്ഞു കൊണ്ടേണ്ടി വരും. ഒരിക്കലും അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് പോണേ. കാശും കൊടുത്ത ആളെ പറഞ്ഞേക്കാണ്, ഒരാളും അറിയരുത്, വളരെ വളരെ സൂക്ഷ്മനയം, വളരെ കരുതലോടെ പോണേ എന്നൊക്കെ പറഞ്ഞ് ആളെ പറഞ്ഞേക്കാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഇതേ ആളിൽ നിന്ന് തന്നെയാണ് ജനങ്ങൾ അവരെ പറ്റി വിവരം അറിഞ്ഞതും. കാരണം എന്താ, ഈ ആളിൽ തന്നെയാണ് ഈ ഗുഹാവാസികളെ കുറിച്ച് വിവരം അറിയാനും കാരണമായത്. എന്താ കാരണം? അയാളുടെ പക്കലുണ്ടായിരുന്ന നാണയം ഏത് കാലത്തുള്ളതാ? അവര് ഗുഹയിൽ വരുന്ന കാലത്തുള്ള പഴയ കറൻസിയാണ്. 300 കൊല്ലം മുമ്പത്തെ കറൻസി അതാ അവരുടെ കയ്യിലുള്ളത്. അത് കാണുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും? പിടികൂടും. എവിടുന്നാ എന്താന്നൊക്കെ പറഞ്ഞ് പിന്നെ രഹസ്യമൊക്കെ എന്താകും? പുറത്തറിയും ചെയ്തേക്കും. അത് സ്വാഭാവികമാണ്. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഇവര് പോയി വിവരറിഞ്ഞു. പക്ഷെ ഇവര് പേടിച്ച പോലെയൊന്നും ഉണ്ടായില്ല. കാരണം എന്താണ്? ഭരണകൂടം മാറിയിട്ടുണ്ട്, രാജാവ് മാറിയിട്ടുണ്ട്, കൊല്ലങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം. ആരായി ഉറങ്ങിക്കിടന്ന ആളുകളൊക്കെ ഇവരൊക്കെ സാലിഹീങ്ങളാണ്. ഇന്നഹും ഫിത്തിയത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാന്നാണല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവരെ പറ്റി അള്ളാഹ് പറഞ്ഞത്, നമ്മൾ വിശദീകരിച്ചത്. അതിൻ്റെ അർത്ഥം എന്താ? പടച്ചവനിൽ നല്ല, റബ്ബിൽ നല്ല ഈമാനും നല്ല ഹിദായത്തും കിട്ടിയ ആൾക്കാർ എന്ന് പറഞ്ഞാൽ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ കറകളഞ്ഞ ഔലിയാക്കൾ. ആര്? ഈ അൽ കഹ്ഫിൽ കിടക്കുന്ന ഗുഹാവാസികൾ. എന്നിട്ടോ ഇവിടെ നിങ്ങളൊരു വശം ചിന്തിക്ക്. ഈ ഗുഹാവാസികളായ ആളുകൾ 300-ലേറെ കൊല്ലം ഉറങ്ങിയെന്നാണ് ഖുർആൻ പറയുന്നത്. അങ്ങനെ 300-ലേറെ കൊല്ലം ഉറങ്ങിയിട്ട് എഴുന്നേറ്റിട്ട് അവര് പരസ്പരം ചോദിക്കാണ്, എത്ര കാലാ നമ്മളിവിടെ കഴിച്ചു കൂട്ടിയത്? എന്നിട്ട് അവരിലെ മാക്സിമം അഭിപ്രായം എത്രയേ ഉള്ളൂ? ഒരു ദിവസം. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഔലിയാക്കന്മാരൊക്കെ മറഞ്ഞ കാര്യം അറിയുന്നവരാണെന്നാണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ വിശ്വാസം. ഔലിയാക്കന്മാർക്കെല്ലാം മറഞ്ഞ കാര്യം അറിയാം. അവരിൽ നിന്ന് നമ്മളൊന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. അവർക്ക് നമ്മളെ കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടിപ്പറഞ്ഞോവർ. അങ്ങനെയാണ് ഷെയ്ഖ് ജീലാനിയെ കുറിച്ച് നമ്മുടെ നാട്ടിൽ വിശ്വസിക്കുന്നത്. എന്താണ്? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ ഹൃദയം, കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും ഒരുപോലെ അവർക്ക് സമാണ്. ഇവിടെ അസ്ഹാബുൽ കഹ്ഫിന്റെ ആളുകൾ 300 കൊല്ലം അവിടെ ഉറങ്ങിക്കിടന്നു. എന്തൊക്കെ മാറ്റങ്ങൾ ആ രാജ്യത്തുണ്ടായി എന്ന് ഉറങ്ങി നീറ്റപ്പോൾ അവർക്ക് മനസ്സിലായോ? ഇവർ മരിച്ചിട്ടൊന്നുമില്ല, ഉറങ്ങിയിട്ടുള്ളൂ. ഇവർ മരിച്ചിട്ടുമില്ല, ഉറങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ പറയണ മരണപ്പെട്ടു പോയ ശൈഖന്മാർ ഇതൊക്കെ അറിയുന്ന പറയണത്. മരണപ്പെട്ടു പോയ ശൈഖന്മാർ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവരെ വിളിച്ചാൽ നമ്മളെ വിരി അവർ കേൾക്കും. എവിടുന്നാ വിളിക്കണമെന്നുണ്ടെങ്കിൽ വിളിപ്പുറത്ത് നമ്മൾ അവരെ കാണും. അതെ, വായുകൂടാതെ ഉത്തരം ചെയ്യും ഞാനെന്നവരാണ്. വല്ലേ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക്, ആരാണ് ഏത് നിലത്തുനിന്ന് എന്നെ വിളിച്ചാലും ഉടനെ ഞാൻ ഉത്തരം ചെയ്യും എന്നൊക്കെയാണ്. കാരണം ഉത്തരം ചെയ്യണമെങ്കിൽ എന്താണ്? വിളിക്കുന്നവനെ കാണണം, വിളിക്കുന്നവന്റെ ശബ്ദം കേൾക്കണം, വിളിക്കുന്നവന്റെ ആവശ്യം അറിയണം, അങ്ങനെയൊക്കെ അറിയണമല്ലോ. പരിസരത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവും അവർക്ക് എന്നാണ്. എന്നാലോ അവർ മരിച്ചോർക്ക് വരെ അത് കഴിയുന്ന പറയണത്. അതേ അവസരത്തിൽ ഇവിടെ അല്ലാഹു ഏറ്റവും വലിയ മഹാന്മാരെന്ന് പറഞ്ഞ ഈ ഗുഹയിൽ കഴിച്ചുകൂട്ടിയ അസ്ഹാബുൽ കഹ്ഫ് എന്ന മഹാന്മാരായ ഔലിയാക്കള്
300 കൊല്ലം ഉറങ്ങിയത് അവരറിഞ്ഞില്ല. ആ 300 കൊല്ലത്തിന്റെ ഇടക്ക് ഭരണകൂടം മാറിയിട്ടുണ്ട്, രാഷ്ട്രം മാറിയിട്ടുണ്ട്, ജനങ്ങൾ മാറിയിട്ടുണ്ട്, നാണയം മാറിയിട്ടുണ്ട്, സംസ്കാരം മാറിയിട്ടുണ്ട്, കാലങ്ങൾ മാറിയിട്ടുണ്ട്. പക്ഷേ ഉണർന്നെഴുന്നേറ്റപ്പോൾ വരെ, മരിച്ചിട്ടില്ലാത്ത നേരത്ത് വരെ, ഉറങ്ങുന്ന ഔലിയാക്കൾ വരെ പരിസരത്തുള്ളത് അറിയാൻ അവർക്ക് സാധിച്ചിട്ടില്ല. എങ്കിൽ പിന്നെ എങ്ങനെയാണ് മരിച്ചുപോയ മഹാത്മാക്കൾ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അതാത് സമയത്ത് അറിയുന്നുണ്ട്, കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ടെന്ന് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും? അതുകൊണ്ട് ഖുർആൻ അനുസരിച്ചുകൊണ്ട് നമ്മൾ വിശ്വാസങ്ങൾ പുതുക്കേണ്ടതുണ്ട്. ഖുർആനിനനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സാന്ദർഭികമായി ഉണർത്തി എന്ന് മാത്രം. ആ മഹാന്മാരായ ആളുകൾക്ക് പോലും രാജ്യത്തെ ചുറ്റുപാടിലുണ്ടായ, അവരുറങ്ങിക്കിടക്കുന്ന പരിസരത്ത് നടക്കുന്ന കാര്യങ്ങൾ വരെ ഉറങ്ങുകയായിരുന്ന ഔലിയാക്കൾക്ക് പോലും അറിഞ്ഞില്ലെങ്കിൽ, മരിച്ചുപോയ ഔലിയാക്കന്മാരും മറ്റുള്ളവരുമൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഇടപെടുന്നുണ്ട്, അവരുടെ ഇടപെടലുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നൊക്കെ വിശ്വസിക്കാൻ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിമിന് സാധ്യമാണോ? ആലോചിക്കണം. നമ്മൾ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനെ കുറിച്ച് ചിന്തിക്കണം എന്നൊക്കെ അള്ളാഹ് പറയുന്നത് ഇതിനാ. വെറുതെ ഇങ്ങനെ ഒരു വിഭാഗം ആളുകൾ നിങ്ങൾ ഖുർആന്റെ അർത്ഥമൊന്നും പഠിക്കണ്ട എന്ന് പറയുന്നതും ഇതിനാണ്. പഠിച്ചാൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരായത്തിന്റെ പോലും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ലെന്ന് മാത്രമല്ല, ഓതൽ നിർബന്ധമായ സൂറത്തുൽ ഫാത്തിഹയുടെ പോലും അർത്ഥം പഠിക്കുന്നത് സാധാരണക്കാരന് സുന്നത്ത് പോയിട്ട് ഒരു പുണ്യകർമ്മം, ഒരു സുന്നത്ത് പോലും ഇല്ല എന്നാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അത്രത്തോളം നമ്മുടെ നാട്ടിലൊക്കെ മലയാളത്തിൽ എഴുതി വിട്ടുപോയി. എന്ത്? നിത്യം നമ്മൾ പാരായണം ചെയ്യൽ നിർബന്ധമായ സൂറത്തുൽ ഫാത്തിഹയുടെ പോലും അർത്ഥം പഠിക്കൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമില്ലെന്നത് പോകട്ടെ, സുന്നത്ത് പോലും ഇല്ല. ഒരു നഖം മുറിച്ചാൽ വരെ നമുക്ക് സുന്നത്തുണ്ട് അല്ലേ? വലതുവാല് കഴിച്ച് പള്ളിയിലേക്ക് കയറിയ വരെ കൂലിണ്ട്. ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം പഠിച്ചാൽ അതുപോലും ഇല്ല എന്ന് ഒരാൾ പറഞ്ഞാൽ, സഹോദരന്മാരെ ആലോചിച്ചു നോക്കൂ. അത്തരം വാദങ്ങൾ വാദിക്കുന്ന ആളുകൾ ഖുർആനിന്റെ മിത്രങ്ങളോ ശത്രുക്കളോ? നമ്മൾ ആലോചിക്കണം, വളരെ ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളതാണ്. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. പരിശുദ്ധ ഖുർആനിനെ ചിന്തിക്കാനും ഓർമ്മിക്കാനും വേണ്ടി നാം എളുപ്പമാക്കി തന്നിരിക്കുന്നു. അതുകൊണ്ട് ഫഹൽ മിൻ മുദ്ദക്കിർ, നിങ്ങളുടെ കൂട്ടത്തിൽ ചിന്തിക്കാൻ ഒരുക്കമുള്ളവനുണ്ടോ? ഇത് ഖുർആൻ ഇറക്കി തന്ന അള്ളാഹുടെ ചോദ്യമാണ്. മുഅ്മിനീങ്ങൾ മറുപടി പറയും, റബ്ബേ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ അർത്ഥം ഞങ്ങൾ ചിന്തിക്കണമെങ്കിൽ അർത്ഥം അറിയണ്ടേ? ചിന്തിക്കാതെ ഒരാൾക്ക് അർത്ഥം അറിയാതെ ഒരാൾക്ക് ചിന്തിക്കാൻ കഴിയും? അപ്പൊ ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ മയനം എന്താ? അർത്ഥറിയണം. അർത്ഥറിയാതെ എന്ത് ചിന്തിക്കല? അപ്പോഴല്ലേ നമുക്ക് കരച്ചിൽ വരുള്ളൂ. ഖുർആൻ ഓതുമ്പോ കരയണം, ഖുർആൻ ഓതുമ്പോ സന്തോഷിക്കേണ്ട ഘട്ടത്തിലെത്തുമ്പോ സന്തോഷിക്കണം. അതിന് സന്തോഷത്തിന്റെ രംഗങ്ങൾ മനസ്സിലാവണ്ടേ? അദാബിന്റെ രംഗങ്ങളും ശിക്ഷയുടെ രംഗങ്ങളും മനസ്സിലാവണ്ടേ? കരഞ്ഞ അല്ലാഹുവോട് അതിൽ നിന്ന് കാവൽ ചോദിക്കണമെങ്കിൽ. അതുകൊണ്ട് അർത്ഥം പഠിക്കണം സുഹൃത്തുക്കൾ. ഇപ്പൊ നമ്മൾ ഇവിടെ സൂറത്തുൽ കഹ്ഫ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നു. സൂറത്ത് യാസീൻ ബഹുമാന്യനായ മമ്മൂട്ടി സലഫി വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആന്റെ മറ്റു പല പരാമർശങ്ങളെ സംബന്ധിച്ച് സിറാജുൽ ഇസ്ലാം അലി വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ ആഴ്ചകളിലും നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുന്നു. അള്ളാഹുവിന്റെ വലിയ തൗഫീഖാണ്. അള്ളാന്റെ കലാമും അള്ളാന്റെ കിതാബും മനസ്സിലാക്കുവാനുള്ള തുറന്ന അവസരങ്ങളാണ്. ഈ രാജ്യത്തെ ഭരണകൂടം അള്ളാഹു അവർക്ക് അതിന് വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടുത്തെ ദായിറത്തു ശൂനുൽ ഇസ്ലാമിയ്യ വൽ ഔഖാഫ് നമുക്ക് ഈ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തുന്നതിന് നമ്മൾ ശുക്ർ കാണിക്കേണ്ടത് സുഹൃത്തുക്കൾ എങ്ങനെയൊക്കെയാണ്? ഇതൊക്കെ കേൾക്കുക, പഠിക്കുക, മനസ്സിലാക്കുക, ജീവിതത്തിന്റെ ദർശനമായി കൊണ്ട് ഈ വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മളൊക്കെ അംഗീകരിക്കുക. അതിനെ പഠിപ്പിച്ചിരുന്ന മഹാനായ നേതാവിനെ ഏറ്റവും വലിയ മോഡലും മാതൃകാ പുരുഷനുമായി കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ സ്ഥാപിക്കുക. അതൊക്കെയാണ് നമ്മുടെ കടമ. അതൊക്കെയാണ് നമുക്ക് അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾ നാളെ പരലോകത്ത് ചോദിക്കപ്പെടും. യാതൊരു സംശയവും നമുക്ക് വേണ്ട. അതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്, നമ്മൾ ഇങ്ങനെ ഖുർആനിന്റെ ഓരോ വശങ്ങളും ചിന്തിക്കുമ്പോൾ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് കഴിയും. ഇപ്പൊ പറഞ്ഞു വന്നതെന്താ? അൽ കഹ്ഫിൽ താമസിച്ച ഔലിയാക്കള് 300 കൊല്ലം ഉറങ്ങിയിട്ട് എഴുന്നേറ്റിട്ടും പറയണെന്താ? ഒരു ദിവസം ഉറങ്ങി, അല്ലെങ്കിൽ കുറച്ച് ദിവസം ഉറങ്ങി. പരിസരത്ത് നടക്കുന്നതൊന്നും അവരറിഞ്ഞില്ല. ഈ പോയിന്റ് നിങ്ങൾ മറന്നു പോകരുത്. അല്ലെങ്കിൽ ഇവരൊന്നും ഔലിയാക്കൾ അല്ല എന്ന് പറയണം. ഒരു ഔലിയാക്കളാണ്, ഒരു സംശയവുമില്ല, ഉറപ്പാണ്.
നമ്മളെ നാട്ടിലൊക്കെ ഈ ഗുഹാവാസികളുടെ പേരാണെന്ന് പറഞ്ഞിട്ട് അള്ള പഠിപ്പിച്ചിട്ടില്ലാത്ത, റസൂലൊന്നും പഠിപ്പിച്ചിട്ടില്ലാത്തവരെ 7 ആളെ പേരും നടുക്ക് വേറെ കിത്തുമീറൂന്ന് എഴുതിയേക്കോ നായന്റെ പേരാന്നും പറഞ്ഞിട്ട് അത് വാതിലും ഒട്ടിച്ചൊക്കലുണ്ട്. കാവൽനാന്ന് പറഞ്ഞിട്ട് വാതിലുമ്മൽ ഒട്ടിച്ചു വെക്കലുണ്ട്. എന്ത്, ഒരു റൗണ്ടിൽ 7 ആൾക്കാരെ പേര് എഴുതിയേക്കും. ദിക്കിയാനൂസ്, ബിക്കിയാനൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര്. ഒന്നും ഖുർആനിലും ഹദീസിലുള്ളതല്ലോ. അള്ളാഹു പറഞ്ഞു തരാത്തൊന്നും അല്ലെങ്കിൽ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു തരണം. അല്ലാത്ത നമ്മുടെ വകയായിട്ടൊന്നും നമ്മൾ പറയാനും എഴുതാനൊന്നും പാടില്ല. എന്നാൽ ചില ആളുകൾ ഇങ്ങനെ അൽക്കഹഫിന്റെ 7 ആൾക്കാരാണ്, പിന്നെ നടുക്കൊരു റൗണ്ട് ഇട്ടിട്ട് കിത്തുമീർ എഴുതിയേക്കും. അതാരാന്ന് വെച്ചാൽ നായന്റെ പേരാന്നും പറയും. എന്നിട്ട് ഇത് വീട്ടിന് കാവലായിട്ട് അസാബുൽ കഹഫ്, അപ്പം നമ്മളെ വീട് കാവൽ എന്ന് പറഞ്ഞ് ഒട്ടിച്ച് വെക്കുകയാണ്. വാസ്തവത്തിൽ സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമല്ലേ ഈ അൽ കഹഫ് സൂറത്ത് നമുക്ക് ഓതി തന്നത്. സ്വഹാബത്തിനോട് ഈ ലോകത്ത് ആദ്യമായി ഇത് പഠിപ്പിച്ചു കൊടുത്ത് അൽ കഹഫുകാരുടെ ചരിത്രം പഠിപ്പിച്ചു തന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമല്ലേ. അവിടുത്തെ ഭാര്യമാർക്കുണ്ടായിരുന്ന ചെറിയ ചെറിയ കുടിലുകളിൽ ഏതെങ്കിലും ഒരു ഓലമടഞ്ഞ വീട്ടിൻ്റെ, ഓല കൊണ്ട് മേഞ്ഞ മട്ടലിൻ്റെ, അല്ലെങ്കിൽ ചുമരിൻ്റെ, അല്ലെങ്കിൽ ഏതാനും മണ്ണ് കൊണ്ട് തേമ്പി ഉണ്ടാക്കിയ ഒരു വീടിന്റെ ഓരത്തെങ്കിലും ഈ അൽ കഹഫിന്റെ പേരേല് ഒട്ടിക്കാൻ പറഞ്ഞോ? കാവലിന് പറഞ്ഞോ? ഇല്ല. അപ്പൊ എവിടുന്ന് അതൊക്കെ പിന്നീട് കയറി വരുന്നത്? അപ്പൊ സുഹൃത്തുക്കളെ, അന്ധവിശ്വാസങ്ങൾക്ക് അഡ്രസ് ഉണ്ടാവില്ല, അന്ധവിശ്വാസങ്ങൾക്ക് തെളിവുണ്ടാവുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒക്കെ കേട്ടുകേൾവിയും ചില രൂപത്തിലുള്ള ഊഹാപോഹങ്ങളും മാത്രമായിരിക്കും. അങ്ങനെ കാവലിന് വേണ്ടി എന്തെങ്കിലും എഴുതിത്തൂക്കലോ എഴുതിക്കെട്ടലോ ഒന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടുമില്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ ആളുകളൊക്കെ ഔലിയാക്കളാന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്നിട്ട് അവർ 300 കൊല്ലം ഉറങ്ങിയിട്ട് എഴുന്നേറ്റിട്ട് പറയണെന്താ? ഒരു ദിവസം അല്ലെങ്കിൽ കുറഞ്ഞ ദിവസം. അത്രയും 3 നൂറ്റാണ്ട് കാലത്ത് പരിസരത്ത് ലോകത്ത് നടക്കുന്ന ഒരു മാറ്റങ്ങളും അവരറിഞ്ഞില്ല. ഞാനത് ആവർത്തിച്ച് നിങ്ങളുടെ മനസ്സിൽ അതങ്ങോട്ട് ഉറക്കാനാണ് ഞാൻ പറയുന്നത്. എന്നിട്ടും അവരറിഞ്ഞില്ല. എന്നിട്ട് അവർ ഇന്നലെ വന്നു എന്നുള്ള നിലക്ക് മുമ്പുള്ള നാണയവും കൊണ്ട് ഫുഡ് വാങ്ങാൻ വേണ്ടി മാർക്കറ്റിലേക്ക് പോവുകയാണ്, സിറ്റിയിലേക്ക് പോവുകയാണ്. നമ്മൾ ആലോചിക്കണം. എന്നിട്ട് നമ്മൾ പറയണം നമ്മുടെ നാട്ടിലുള്ള കുറേ ഔലിയാക്കന്മാർ, തങ്ങന്മാർ, ബീവിമാർ ഇവരൊക്കെ മരിച്ചാലും അവരുടെ ഖബറിൽ കിടന്നിട്ട് ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അവരെ വിളിച്ചാൽ അവർ കേൾക്കും, വിളിക്കുന്നവരെ കാണുന്നുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നുണ്ട്, നമ്മളെടുത്ത് വരുന്നുണ്ട്, വിളിച്ചാൽ വെളിപ്പുറത്ത് സഹായത്തിന് എത്തുന്നുണ്ട്, അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയുന്നുണ്ട്, അവരെപ്പോഴും നമ്മളെ കൂടെ തന്നെ ഉണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. ഇത് ഖുർആനിനോട് യോജിക്കുമോ വിയോജിക്കുമോ? ഇതാണ് എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് പറഞ്ഞു തരേണ്ടത്. ഇതാണ് എൻ്റെ സുഹൃത്തുക്കൾ ചിന്തിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ കലാം അവതരിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അതല്ല ഇതിന് വിരുദ്ധമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അള്ളാഹുവിൻ്റെ കലാമിൽ നിന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വചനങ്ങളിൽ നിന്നോ ഉദ്ധരിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല, ഒരിക്കലും കഴിയില്ല. നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി സ്വലാത്ത് സലാമുകൾ ചൊല്ലുന്നത് പോലും അല്ലാഹു തആല പ്രത്യേക സംവിധാനത്തിലൂടെ എത്തിച്ചു കൊടുക്കുകയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്തിനാ അങ്ങനെ പഠിപ്പിച്ചത്? സ്വലാത്തും സലാമും പറയുന്നത് പോലും പ്രത്യേക സംവിധാനത്തിലൂടെ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ വേറുള്ളതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ സ്വലാത്ത് എന്തിനാ എത്തിക്കുന്നത്? അതും നബിക്കാണ് കേട്ടാ പോരെ? നബി അങ്ങോട്ട് അറിഞ്ഞാൽ പോരെ? നബി അങ്ങോട്ട് മനസ്സിലാക്കിയാൽ പോരെ? ഇല്ല. അപ്പൊ സ്പെഷ്യലായി നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് സലാമുകൾ മാത്രം അള്ളാഹുവിന്റെ റസൂലിന് എത്തിക്കാൻ ഒരു സംവിധാനം അല്ലാഹു ചെയ്തിട്ടുണ്ട് എന്നാണ്. അല്ലാത്തൊരൊന്നും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമും അറിയില്ല. നാളെ പരലോകത്ത് ഹൗദുൽ കൗസറിന്റെ ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന ഫറതുകും അലൽ ഹൗദി, ഹൗദിന്റെ സമീപത്ത് ഞാൻ നിങ്ങളെയും കാത്തു നിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് റബ്ബ് നാളെ പരലോകത്ത് കനിഞ്ഞരുളി കൊടുക്കുന്ന പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മാധുര്യമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധപൂരിതവുമായ ഒരു ജലാശയമുണ്ട്. ആ ജലം ഹൗദുൽ കൗസർ. ആ ജലാശയത്തിൽ നിന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാനുള്ള മുഅ്മിനീങ്ങൾക്ക് ഇങ്ങനെ വെള്ളം മുക്കി കൊടുക്കുകയാണ്. മൻ ശരിബ മിൻഹാ, ആരെങ്കിലും അതിൽ നിന്ന് ഒരു കവിള് കുടിക്കാൻ ഭാഗ്യം കിട്ടിയാൽ ലം യളമ അബദാ, ഒരു കാലത്തും പിന്നെ ആ മനുഷ്യന് ദാഹമില്ല. അത്ര പുണ്യമുള്ള, അത്ര മഹത്വമുള്ള ജലമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ മുക്കി കൊടുക്കുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ വരും നബിയുടെ അടുക്കൽ എന്ന വെള്ളം വാങ്ങാൻ വേണ്ടി. അള്ളാഹിന്റെ റസൂലിന് ഇവരെ മനസ്സിലാവാത്തത് കൊണ്ട് ഇവരും മുഅ്മിനീങ്ങളാണ്, നല്ലവരാണെന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഹൗദിൽ നിന്ന് വെള്ളം മുക്കി കൊടുക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഉടനെ വരും റബ്ബിന്റെ ഭാഗത്ത് നിന്ന് സ്റ്റേ ഓർഡർ. കൊടുക്കരുത് മുഹമ്മദേ, ഒരു തുള്ളി കൊടുത്തു പോകരുത്, അവർക്ക് കൊടുക്കരുത് നബിയെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തിന്റെ, കാരുണ്യത്തിന്റെ പ്രവാചകനല്ലേ, കാരുണ്യത്തിന്റെ നബിയല്ലേ? അവിടുന്ന് അള്ളാഹിനോട് പറഞ്ഞു നോക്കും, ഹാഉലായി മിൻ ഉസൈഹാബി, എന്റെ അനുയായികളല്ലേ, എന്റെ ഉമ്മത്തല്ലേ റബ്ബേ, എന്റെ ഉമ്മത്തല്ലേ, ഞാൻ കൊടുത്തോട്ടെ.
അള്ളാന്റെ റസൂൽ അപ്പൊ ഉടനെ പറയും, മുഹമ്മദേ ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക, നിന്റെ കാലശേഷം നീ പഠിപ്പിച്ച് പൂർത്തിയാക്കി പോയ ദീനുൽ ഇസ്ലാമിൽ നീ പഠിപ്പിക്കാത്ത പലതും പുതിയ ആചാരങ്ങളും പുത്തനുകളും കൊണ്ടുവന്ന പുത്തൻവാദികളാണവര്, കൊടുക്കാൻ പാടില്ല നബിയേ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്നേരത്ത് ഞാൻ പറയുമെങ്കിൽ സുഹ്ഖാ, പോ, എന്റെ കണ്ണിന്റെ മുമ്പൊന്ന് ദൂരെ മാറിപ്പോ, ഞാൻ പഠിപ്പിച്ച ദീനിൽ മാറ്റങ്ങൾ വരുത്തിയവരെ നിങ്ങളെ എനിക്ക് കാണണ്ട, സുഹ്ഖൻ സുഹ്ഖാ, പോ എന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞ് നബി തങ്ങൾ അവരെ ആട്ടിപ്പായിക്കും. സ്വഹീഹായ ഹദീസാണ്, ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ കാണാം. ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഗൗരവത്തോടുകൂടെ പഠിപ്പിച്ചു തന്നു. ആർക്കാണ് ഇത് കിട്ടുക? അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത കാര്യങ്ങൾ, വിശ്വാസങ്ങളും ആചാരങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെ ആയിട്ട് വന്നാൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഒരിറക്ക് വെള്ളം കുടിക്കാൻ വരെ നാളെ പരലോകത്ത് തടയപ്പെടും, മറയിടപ്പെടും. അതുകൊണ്ട് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം. ആ അധ്യാപനങ്ങളെക്കാൾ മറ്റുള്ള മാലപ്പാട്ടുകൾക്കും മൗലിദ് കിതാബുകൾക്കും അല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. പ്രമാണങ്ങളിലുള്ളതനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ ഏതെങ്കിലും ഒരു കക്ഷിയെയോ ഒരു ഗ്രൂപ്പിസോ പറയുന്നതല്ല. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളിത് പഠിക്കണം, ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം. നിങ്ങൾ നിഷ്പക്ഷമായി നിങ്ങൾ പഠനം നടത്തണം. തീർച്ചയാണ് അള്ളാഹു നമുക്ക് വെളിച്ചം തരും, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് പ്രമാണബദ്ധമായി കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അൽ കഹ്ഫിന്റെ ആ ചരിത്രത്തിൽ നിന്ന് ഇതുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് സുഹൃത്തുക്കളെ. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവരെ സംബന്ധിച്ചുള്ള മറ്റ് വിശേഷണങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെയാണ് തുടർന്നുകൊണ്ട് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത അവസരത്തിൽ നമുക്കത് വിശദീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ ആളുകൾ അവർ ഈ ലോകത്തിൻ്റെ മുമ്പിൽ കാണിച്ചു തന്ന ഏറ്റവും മഹത്തായ സന്ദേശങ്ങളെ മുറുകെ പിടിക്കുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അധ്യാപനങ്ങളെ കൂടുതൽ കൂടുതൽ പഠിക്കുവാനും അത് സ്വന്തം ജീവിതത്തിൽ പ്രയോഗിക്കുവാനും മറ്റുള്ളവരിലേക്ക് തെറ്റിദ്ധാരണകളുമായി നടക്കുന്ന ആളുകളിലേക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ശോഭയേറിയ വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുവാനുള്ള ഇതുപോലുള്ള സംരംഭങ്ങളോടെ സഹകരിക്കുവാനും സഹായിക്കുവാനുമൊക്കെ നമുക്ക് കരുത്ത് പകരുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ ഏറ്റവും വലിയ സന്ദേശത്തെ അറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ജോലികളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ അള്ളാഹു ഖൈറും ബറക്കത്തും തുറന്നു തരുമാറാകട്ടെ, ചൊരിഞ്ഞു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന നമ്മുടെ പലർക്കും അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവൻ്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. ഏതവസരത്തിലും ഇസ്ലാമിൻ്റെ നിയമങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.